നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ള അതിപ്പോഴും വാർത്താമണ്ഡലത്തിൽ നിറഞ്ഞു തന്നെ നിൽക്കുകയാണ്. ഇന്ന് രാവിലെ EDയുടെ ഒരു നിർണായകമായ ഇടപെടൽ സ്വർണ്ണക്കൊള്ള കേസിലുണ്ടായിരിക്കുന്നു. 3 സംസ്ഥാനങ്ങളിലായി ഏതാണ്ട് 21ഓളം കേന്ദ്രങ്ങളിൽ EDയുടെ റെയ്ഡ് ഒരേ സമയം നടന്നുകൊണ്ടിരിക്കുകയുമാണ്. ഈ വിഷയത്തിൽ ഇന്ന് നമ്മോടൊപ്പം ചെയ്യുന്നത് ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസാണ്. അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, അദ്ദേഹം ടെലിവിഷൻ ചർച്ചകളിലെല്ലാം സുപരിചിതമാണ്. നമസ്കാരം സാർ. നമസ്കാരം. ഇന്നിപ്പോൾ രാവിലെ ഉണ്ടായിരിക്കുന്ന ഒരു വലിയ ഡെവലപ്മെൻറ്റാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ EDയുടെ ഒരു പരിശോധന. ഏത് രീതിയിലേക്കാണ് ഇപ്പോൾ നടന്നു വരുന്ന SIT അന്വേഷണത്തെ ഇത് ഓവർകം ചെയ്യുമോ? അതിനെ അപ്രസക്തമാക്കുന്ന രീതിയിലുള്ള ഒരു അന്വേഷണമായിരിക്കുമോ നടക്കാൻ പോവുക? രണ്ടും 2 ചാനലാണ്, 2 സ്ട്രീമാണ്. അത് EDയുടേതായ മണി ലോണ്ടറിങ്, അഴിമതിയിലൂടെ കാശുണ്ടാക്കുക, കള്ളപ്പണം വെളുപ്പിക്കൽ, രാജ്യാന്തര നാണയനിധിയുമായിട്ടുള്ള വിഷയങ്ങൾ, ഇങ്ങനെ പണവുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. മോഷണം, കൊലപാതകം, അത്തരം കാര്യങ്ങളൊന്നും അത് ക്രിമിനൽ പ്രൊസീജിയറിൽ വരുന്നതാണ്. അപ്പോൾ അത് വേറൊരു സ്ഥലത്തിലേക്ക് പോകും. അപ്പോൾ കഴിഞ്ഞ ഒക്ടോബറിലാണ് ആദ്യമായിട്ട് ED ഇങ്ങനെ ഒരു ശ്രമം നടത്തിയത്. അപ്പോൾ ED ആദ്യം എവരോട് ചോദിച്ചു, ആരോട്? SITയോട് വിവരങ്ങൾ ചോദിച്ചു. SIT കൊടുത്തില്ല. അവർ എന്നിട്ട് ഹൈക്കോടതിയിൽ പോയി. അപ്പോൾ ഹൈക്കോടതി പറഞ്ഞു നിങ്ങൾ മജിസ്ട്രേറ്റ് കോടതി പോകാൻ പറഞ്ഞു. അങ്ങനെ മജിസ്ട്രേറ്റ് കോടതി പോയി. മജിസ്ട്രേറ്റ് കോടതി പറഞ്ഞു എല്ലാ വിവരവും കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ വിവരം കൊടുത്തിട്ട് വലിയ സന്നാഹം, സാധാരണ ഇത്രയും വലിയ സന്നാഹം ഒരുപക്ഷെ ഇന്ത്യയിൽ ഒരു വിഷയത്തിലും ED ചെയ്ത് കാണത്തില്ല. കാരണം അത്രയും സ്ഥലങ്ങളില്ലാത്തതും കൊണ്ടാണ്. കാരണം 21 സ്ഥലമെന്ന് പറയുന്നത് ചെറിയതല്ല. 4 സ്റ്റേറ്റുണ്ട്, 3 സ്റ്റേറ്റല്ല. കാരണം ആന്ധ്ര, തമിഴ്നാട്, കർണാടക, കേരളം. കർണാടകത്തിലും ഇതിൻ്റെ വേരുകളുണ്ട്. ശ്രീരാം പുത്തൂർ ക്ഷേത്രവുമായി ബന്ധപ്പെടുത്തി, അയ്യപ്പ ക്ഷേത്രവുമായി ബന്ധപ്പെടുത്തി, അതിൻ്റെ അവിടെ വരുന്ന വ്യവസായികളെ ബന്ധപ്പെടുത്തിയിട്ടുള്ള കഥകളുണ്ട്. ചെന്നൈയുടെ സ്മാർട്ട് ക്രിയേഷൻ്റെ കഥകളുണ്ട്, ബെല്ലാരിയിലെ കഥകളുണ്ട്, ആന്ധ്ര, പിന്നെ കേരളത്തിൽ. പിന്നെ കിളിമാനൂർ പുളിമാത്ത് ഉണ്ണികൃഷ്ണൻ്റെ വീട് റെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. തിരുവനന്തപുരത്ത് വാസുവിൻ്റെ പേട്ടയിലെ വീട് റെയ്ഡ് ചെയ്യുന്നു. നമ്മുടെ കോട്ടയത്തുള്ള മുരാരി ബാബുവിൻ്റെ വീട്, പിന്നെ ആറന്മുളയിലെ പത്മകുമാറിൻ്റെ വീട്, ഈ വീടുകളെല്ലാം റെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ 21 വീടുകളും സ്ഥാപനങ്ങളും 21 സ്ഥലം റെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, അവർ അവിഹിതമായി ഏത് സ്വത്തുണ്ടെങ്കിലും, കാരണം ഇത് മാത്രമല്ല അവർക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത്, ശബരിമലയുടെ സ്വത്ത് മാത്രമല്ല. ശബരിമല ഇന്നിപ്പോൾ മോഷ്ടിച്ചിട്ടില്ല എന്ന് വിചാരിക്കുക. വേറെ എവിടെന്നെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് കുറച്ച്, ഇപ്പോൾ മുരാരി ബാബുവിൻ്റെയൊക്കെ ഒരുപാട് അമ്പലങ്ങളിൽ ഇരുന്നതാണ്. വേറെ എവിടെന്നെങ്കിലും എന്തോ അടിച്ചു മാറ്റിക്കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിലും അത് എടുത്തുകൊണ്ട് പോകും. കാരണം അനധികൃതമായ സ്വത്ത് പിടിക്കുന്ന ഒരു ഏജൻസി എന്നുള്ള നിലയിൽ അവർക്ക് വലിയ കാര്യമാണ്. പക്ഷേ EDയെ സംബന്ധിച്ചുള്ള ഒരു ചെറിയ, ഞാൻ കാണുന്ന ഒരു ലിമിറ്റേഷൻ എന്നോ ഡീമെരിറ്റ് എന്നോ എനിക്ക് തോന്നിയിട്ടുള്ളത്, കേരളത്തിൽ ഇങ്ങനെ പല കേസുകളും അന്വേഷിക്കാൻ വന്നെങ്കിലും അതൊരു ഫൈനാലിറ്റിയിലേക്ക് ചെല്ലുമ്പം പല കൺഫ്യൂഷൻസും പുറത്ത് കേൾക്കുന്നു. ഇപ്പോൾ സ്വപ്നയുടെ കേസ് വരുമ്പോൾ ED വലിയ ഹൈപ്പ് ഉണ്ടാക്കിയതാണ്. കരിവണ്ണൂർ കേസ് ED വലിയ ഹൈപ്പ് ഉണ്ടാക്കി. പക്ഷേ പല കേസിൽ ED വലിയ ഹൈപ്പ് ഉണ്ടാക്കുകയും എന്നാൽ അത് വേണ്ടത്ര മുന്നോട്ട് പോകുന്നുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. പക്ഷേ അതിന് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് അടുത്ത പാതിലോ. കേരളത്തിൽ ED എന്നല്ല, CBI എന്നല്ല, കേരള ഏജൻസി എന്നല്ല, ക്രൈംബ്രാഞ്ച് എന്നല്ല, ഏത് ഏജൻസി പിന്നെ കേരളത്തിൽ ഏത് കേസ് അന്വേഷിച്ചിട്ടുണ്ടെങ്കിലും അത് പിന്നെ പോളക്കുളം കേസ് മുതൽ TP ചന്ദ്രശേഖരൻ വധമാവട്ടെ, പിന്നെ ഫ്രാങ്കോ മുളയ്ക്കലിൻ്റെ അച്ഛൻ്റെ കേസാകട്ടെ, കിളിരൂർ കേസാകട്ടെ, അഭയ കേസാകട്ടെ, വിതിര കേസാകട്ടെ, അഭിമന്യുവിൻ്റെ കേസാകട്ടെ, സിദ്ധാർത്ഥൻ്റെ കേസാകട്ടെ, ഏത് കേസ് കേരളത്തിൽ അന്വേഷിച്ചിട്ടുണ്ടെങ്കിലും, ഏത് ഏജൻസി അന്വേഷിച്ചിട്ടുണ്ടെങ്കിലും ഒരു പർട്ടിക്കുലർ ഹൈറ്റിനപ്പുറം ആ കേസ് പോയിട്ടില്ല. നമ്മളത് പഠിക്കേണ്ട ഒരു വിഷയമാണ്. മറ്റൊരു സ്ഥലത്തെ പോലെയല്ല. ഇവിടെ ഒരു ബാലകൃഷ്ണപിള്ള മാത്രമേ നമുക്ക് അകത്ത് കിടന്നിട്ടുള്ളൂ ഇടമലയാർ കേസിൽ. അത് ജസ്റ്റിസ് സുകുമാരൻ്റെ അടുത്ത് വന്നതുകൊണ്ട് വേറെ തരത്തിൽ വന്നു. പിന്നെ അച്യുതാനന്ദനെ പോലുള്ള ആൾ വളരെ കർക്കശമായി എൻ്റെ പിറകിൽ നിന്നു എന്നുള്ളതാണ്. അത് വ്യക്തിയുടെ ഒരു പോരാട്ടമാണ്. അങ്ങനെ പൊളിറ്റിക്കൽ വ്യക്തികൾ പോരാടിയ കേസ് ഒഴിച്ചാൽ അല്ലാതെ വരുന്ന നോർമൽ കേസുകളെല്ലാം ഒരു സെർട്ടൻ സമയം കഴിയുമ്പോൾ ഒന്നുകിൽ അന്വേഷണ നിലയ്ക്കും ഡയറക്റ്റ് ആളുകളെ കൊന്നവരെ പിടിക്കും, അല്ലെങ്കിൽ കട്ടവരെ പിടിക്കും, കക്കിച്ചവരെ പിടിക്കില്ല, അല്ലെങ്കിൽ കൊല്ലിച്ചവരെ പിടിക്കില്ല. ഇതൊരു വലിയൊരു ദുരന്തം കേരളത്തിലുണ്ട്. അതിനൊരു അപവാദമായി ഈ കേസ് വരുമോ? ഇതാരാണ് മോഷ്ടിച്ചതെന്ന് ഇപ്പോൾ കുറച്ച് പേരെ പിടിച്ചിട്ടുണ്ട്. നമ്മൾ വളരെ കൃത്യമായൊരു കാര്യം മനസ്സിലാക്കുക, ഇതുവരെ തൊണ്ടി മുതൽ എവിടെയുണ്ടെന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. അതിലൊരു ചെറിയ വിഷയം എനിക്കുള്ള, ഞാൻ LLB കൂടി കഴിഞ്ഞിട്ടൊരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് മാത്രമല്ല, ഞാൻ പഠിക്കുന്ന കാലത്തൊക്കെ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയുള്ളൊരു മേഖലയായിരുന്നു CBI ജോലി. എൻ്റെ ഒരു സംശയം, ഒരു കള്ളനെ പിടിച്ചു, ആ കള്ളനിൽ നിന്ന് എല്ലാ വിവരവും എടുക്കാൻ പറ്റാത്ത കുറ്റാന്വേഷണ സംവിധാനമാണോ നമുക്കുള്ളത്? ഉണ്ണികൃഷ്ണനെ പിടിച്ചു, പോറ്റിയെ പിടിച്ചു, പലരെയും പിടിച്ചല്ലോ. ഈ പിടിച്ചവരിൽ നിന്ന് തന്നെ കിട്ടേണ്ടതല്ലേ വിവരങ്ങൾ? അതെടുക്കാൻ പറ്റാത്തത് എന്താണ്? ഇപ്പം നുണപരിശോധനയൊക്കെ വേറെ രൂപത്തിൽ കൊണ്ടുവേണ്ട കാലമായി. അനുവാദമില്ലാതെ നുണപരിശോധന ചെയ്യേണ്ട കാലത്തിലേക്ക് നമ്മൾ ചിന്തിക്കണം. എന്തുകൊണ്ടൊരു കള്ളനെ പിടിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ക്രിമിനലിനെ പിടിച്ചിട്ട് അതിൻ്റെ ബാക്കി എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതിൻ്റെ പഴുത്
നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വലിയ വിഷയമാണ്. ഈ തൊണ്ടി മുതലെടുക്കുക എന്ന് പറയുമ്പോൾ ഇതൊരു പർട്ടിക്കുലർ കേസല്ലേ? ഇപ്പോൾ സ്വർണം പൂശിയ പാളികളിൽ നിന്നും സ്വർണം എക്സ്ട്രാക്ട് ചെയ്യുന്നു. അത് ഇന്നോ ഇന്നലെയും നടന്നതല്ല, വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ്. അത് പല കൈയും മറിഞ്ഞങ്ങ് പോകുന്നു, അത് പണമായി പലർക്കും കിട്ടി. അപ്പോൾ പിന്നെ എന്തായിരിക്കാം ഇനി റിക്കവർ ചെയ്യുക? അല്ല, വേറെ പ്രശ്നമുണ്ട്. ഇറ്റലി, ഈജിപ്റ്റ്, UAE, അമേരിക്ക, യൂറോപ്പിലെ പല സ്ഥലങ്ങളിലും ആൻറ്റിക്വിറ്റ്സ് എന്ന് പറയുന്നത്, അതായത് ഇത്തരത്തിലുള്ള വസ്തുക്കൾക്ക് വലിയ ഡിമാൻഡാണ്. ഈ ഡിമാൻഡ് സ്ഥലത്തിൽ അതുപോലെ കൊണ്ട് കൊടുത്താൽ മതി. പഴകും തോറും ഈ തേനിനും പുളിക്കും ഒക്കെ രുചി കൂടുമെന്ന് പറഞ്ഞതുപോലെ ഇത് പഴകും തോറുമാണ് ഇതിൻ്റെ പൈസ കൂടുതൽ. ഈ മോൺസൺ മാവുങ്കലൊക്കെ അങ്ങനെയല്ലേ ചെയ്ത് പണം. അപ്പോൾ ഇത് അങ്ങനെ തന്നെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഹൈക്കോടതി അതിനകത്ത് ഇന്നലെ എസ്റ്റേറ്റ് കൊടുത്ത ISROയുടെ റിപ്പോർട്ടിൽ ഹൈക്കോടതി ഈ ഒരു സൂചന പറഞ്ഞിട്ടുണ്ട്. സമ്പൂർണ്ണമായി പുറത്തു വന്നില്ലെന്നേ ഉള്ളൂ. എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ കൊണ്ടുപോയ സ്വർണ്ണപ്പാളി തന്നെയാണോ തിരിച്ചു വന്നിരിക്കുന്നത്, അതോ വേറെ മോൾഡ് ഉണ്ടാക്കി വേറെ സ്വർണ്ണപ്പാളിയാണോ കൊണ്ടുവന്നിരിക്കുന്നത്? അത് ഗൗരവതരമായ ഒരു ചോദ്യമാണ്. അപ്പോൾ എന്താണ് ഇത്? ഞാൻ രണ്ട് കാര്യമാണ് സംശയിക്കുന്നത്. ഇത് പലതും റീഡ് ചെയ്യുന്ന ഇൻ ബിറ്റ്വീൻ ലൈൻസ് റീഡ് ചെയ്യുമ്പോൾ, ഒന്ന്, ഇത് ഇവിടെ നിന്ന് കപ്പൽ മാർഗം വിദേശ രാജ്യങ്ങളിൽ പോയോ, പകരം മോൾഡ് കൊണ്ട് ഉണ്ടാക്കിയോ? അപ്പോൾ മോൾഡ് കൊണ്ട് ഉണ്ടാക്കിയപ്പോൾ ഒരു അതിബുദ്ധി പ്രവർത്തിക്കും. എന്താ അതിബുദ്ധി എന്നറിയാവോ? ഇതാണ് ഒറിജിനൽ എന്ന് പറഞ്ഞ് മോൾഡ് കൊണ്ട് ഉണ്ടാക്കിയെങ്കിലും അതിലൊരു ചെറിയ കള്ളം കുറവ് കാണിച്ചിട്ട് കുറച്ച് സ്വർണ്ണം വേറെ അഡീഷണൽ എടുക്കും. ആ സ്വർണ്ണം എന്ത് ചെയ്യും? ദേവൻ്റെ സ്വർണ്ണമായതുകൊണ്ട്, അയ്യപ്പൻ്റെ സ്വർണ്ണമായതുകൊണ്ട് അതങ്ങനെ പറഞ്ഞ് ചെറിയ ചെറിയ പീസാക്കി ആളുകൾക്ക് എന്ത് ചെയ്യും? കൊടുക്കും. ലോക്കറ്റായിട്ടും അവർ മാലയായിട്ടും മുത്തായിട്ടും ഒക്കെ കൊടുക്കും. അപ്പോൾ ഇതൊരു വലിയ റാക്കറ്റാണ്. കാരണം ഇതിൻ്റെ അകത്തൊരു പ്രൊഫഷണൽ പ്ലാനിങ് ഉണ്ട്. ഇപ്പോൾ പിന്നെ നമ്മളെ ഒരു വണ്ടി ചോറൊക്കെ ചെയ്ത പോലെ ഒരു വീട്ടിൽ പോയി മോട്ടിച്ചുകൊണ്ട് പോയതല്ല. ഇത് വളരെ കൃത്യമായ ഒരു പ്രൊഫഷണൽ പ്ലാനിങ് ഉണ്ട്. അത് ഉണ്ണികൃഷ്ണന് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാനിങ് അല്ല. അപ്പോൾ വളരെ കൃത്യം. അതാണ് സുഭാഷ് പലേരിയൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ, കോടതി ചോദിച്ചു. അപ്പം ഇതെന്താണ് ഇതിൻ്റെ പ്ലാൻ? ഈ പ്ലാനിൻ്റെ ഒരു പ്രശ്നം ഇൻ്റർനാഷണൽ പ്ലാനുകളുമായി റിലേറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് ഇത്തരം പ്ലാനുകൾ. അപ്പോൾ അതുകൊണ്ട് ഇതൊരു നല്ല പ്ലാനാണ്. ആരുടെ ബ്രെയിനാണ്, ആർക്കൊക്കെ ഇതിൽ പങ്ക് കിട്ടിയിട്ടുണ്ട്? 2-3 വിഷയങ്ങളേ ഉള്ളൂ. തൊണ്ടി ഈ പറഞ്ഞ പിന്നെ മാഷ് പറഞ്ഞതുപോലെ തന്നെ തൊണ്ടി മുതൽ ഉരുക്കിയെന്ന് വിചാരിക്കുക. ശരി, ഉരുക്കി ഇന്ന ആളെ കൊടുത്ത് 10 പേർക്ക് കൊടുത്തു, ഉരുക്കിയതിൻ്റെ ബാക്കി ക്ഷേത്രത്തിൽ കൊടുത്തിട്ടുണ്ട്, അയ്യന് കൊടുത്തു എന്ന് പറയാം. പക്ഷെ ഇതങ്ങനെ പറയുന്നില്ലല്ലോ. അപ്പോൾ തൊണ്ടി മുതൽ എടുക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? രൂപം മാറിയെങ്കിലും ആ വിവരവും കിട്ടുന്നില്ല. അപ്പോൾ തൊണ്ടി മുതൽ ഉണ്ടോ, അത് രൂപം മാറിയോ, അത് അതേ രൂപത്തിൽ എവിടെയെങ്കിലും പോയോ, അത് പോയതിനു ശേഷം പകരം വേറെ വസ്തുക്കൾ കൊണ്ടുവച്ച് മോൾഡ് ചെയ്തോ, അല്ലെങ്കിൽ വേറെ വസ്തുക്കൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇങ്ങനെയുള്ള 3-4 ചോദ്യങ്ങൾ വളരെ കൃത്യമായി ഈ കേസിൽ വരേണ്ടതുണ്ട്. അതുപോലെയാണ് ആരാണ് ഇതിൻ്റെ പിന്നിൽ ചെയ്യിച്ചത്, അല്ലെങ്കിൽ ആർക്കൊക്കെ ഇതിൻ്റെ മൗനാനുവാദമുണ്ട്, ആരുടെയൊക്കെ മോറൽ സപ്പോർട്ടുണ്ട്. അവിടെയൊക്കെയാണ് നമ്മൾ കടകംപള്ളിയൊക്കെ പിന്നെ ഒക്കെ ചിന്തിക്കേണ്ടി വരുന്നത്. ആ ഭാഗത്തൊക്കെ ചിന്തിക്കേണ്ടി വരും. പല ഭാഗത്തും ചിന്തിക്കേണ്ടി വരും ഓരോ മനുഷ്യരെക്കുറിച്ച്. ഡയറക്റ്റ് കിട്ടിയിട്ടുണ്ടോ, ഇൻഡയറക്റ്റായിട്ട് സപ്പോർട്ടുണ്ടോ, മൗനാനുവാദമുണ്ടോ, അല്ലെങ്കിൽ സ്പോൺസർ ചെയ്തിട്ടുണ്ടോ, ഇങ്ങനെ പലതരത്തിലുള്ള സംശയങ്ങളാണ് വരുന്നത്. ഇത് കൃത്യമായി കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ജോലിയാണ്. അത് ഈ പറയുന്ന പോലെ ഹൈക്കോടതി തന്നെ പല സംശയങ്ങൾ പറയുന്നുണ്ട്. ഇതിപ്പോൾ ഉരുക്കിയെടുത്തു, നേരത്തെ പറഞ്ഞതുപോലെ പഴയ വിജയ് മല്യ നൽകിയ സ്വർണ്ണപ്പാളികൾ അല്ലെങ്കിൽ ചെമ്പുപാളികൾ, സ്വർണം പൂശിയ ചെമ്പുപാളികൾ, അതിൽ നിന്നും സ്വർണം ഉരുക്കിയെടുക്കുന്നു. അത് വിറ്റതാണ് എങ്കിൽ ഈ പറയുന്ന ഗോവർദ്ധൻ കസ്റ്റഡിയിലുണ്ട്, അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നും സ്വർണം കണ്ടെടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന പോലെ ഇറ്റലിയിലേക്കോ അല്ലെങ്കിൽ മറ്റ് വിദേശ രാജ്യങ്ങളിലേക്കോ വിലയേറിയ പുരാവസ്തുവായി പോയിട്ടുണ്ട് എങ്കിൽ അത് ഇനി കണ്ടെത്തുക പ്രയാസമല്ലേ? പക്ഷേ പോയിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയാൻ പറ്റുമല്ലോ. കണ്ടെത്തുക എന്ന് അവിടെ നിന്ന് കൊണ്ടുവരികയാണെങ്കിൽ ഇൻ്റർപോൾ വഴി കൊണ്ടുവരാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വേറെ കൊണ്ട്. പക്ഷേ ഇൻ്റർപോൾ കൊണ്ടുവരുമ്പോൾ ഡൽഹിയിലുള്ള 2 നേതാക്കളുടെ, ഞാൻ ഏത് പാർട്ടിയിൽ നിന്നൊന്നും ഇപ്പോൾ പറയുന്നില്ല, 2 നേതാക്കളുടെ ബന്ധുക്കൾ ഇതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുപോയ ഇതുപോലെ കൊണ്ടുപോയ സ്വർണ്ണ പുരാവസ്തുക്കളെ, വിഗ്രഹങ്ങളെ പിടിക്കുന്ന കേസിൽ ഇൻ്റർപോൾ വരികയും ഇൻ്റർപോൾ ഇടപെടുകയും ചെയ്തെങ്കിലും, CBI കേസാണത്, ഇടപെടുകയും ചെയ്തെങ്കിലും അവസാനം അത് എവിടെ എത്തി? ഒന്ന് തണുത്താണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കേസ് ക്ലോസ് ചെയ്തിട്ടില്ല, പക്ഷേ വളരെ തണുത്താണ് പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാനത് വീണ്ടും നേരത്തെ പറഞ്ഞ സ്ക്വയർ 1 വരുന്നത്, അതായത് ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്ന ആളുകളുടെ പൊളിറ്റിക്കൽ ആൻഡ് പിന്നെ സെലിബ്രിറ്റി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ കപ്പാസിറ്റി അനുസരിച്ചാണ് കോംപ്രമൈസുകൾ വരുന്നത്. അത് എങ്ങനെ പൊളിക്കാൻ പറ്റും എന്നുള്ളിടത്താണ് ശബരിമല കേസിൻ്റെ ഒരു കൗതുകം. അപ്പോൾ അത് പൊളിക്കാൻ പറ്റിയാൽ ഈ പറഞ്ഞ വിദേശത്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോയെന്ന് അറിയാൻ പറ്റുമല്ലോ, തീർച്ചയായിട്ടും അറിയാൻ പറ്റും. അപ്പോൾ അത് ഇൻ്റർപോളിൻ്റെ സഹായം വേണ്ടി വരും അതിനകത്ത്. ഞാൻ ആ തുടക്കം മുതലേ പല ചാനലുകളിലും പറയുന്നതാണ്, CBI ഇത് അന്വേഷിക്കേണ്ടി വരും, ഒന്നാമത്തെ കേസ്. രണ്ടാമത്തെ കേസ് ഇൻ്റർപോൾ ഇതിനകത്ത് ബന്ധപ്പെടേണ്ടി വരും, വിദേശത്ത് പോയിട്ടുണ്ടെങ്കിൽ. അല്ല ഇപ്പോൾ SIT
കേരളത്തിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ തമിഴ്നാട്, ആന്ധ്ര, ബാംഗ്ലൂർ, ഈ 4 സ്റ്റേറ്റിൽ നിന്ന് എവിടെ നിന്നെങ്കിലും മൊത്തം തൊണ്ടി മുതലും പിടിച്ച് ഇതിൻ്റെ മൊത്തം സ്റ്റോറിയും അവർക്ക് തീർക്കാൻ പറ്റിയാൽ വെൽ ആൻഡ് ഗുഡ്, CBIയുടെ ആവശ്യമില്ല. പക്ഷെ മൊത്തം സ്റ്റോറി അവർക്ക് തീർക്കാൻ പറ്റില്ലെങ്കിൽ തീർച്ചയായിട്ടും ആര് വേണ്ടി വരും? CBI വേണ്ടി വരും. CBI വന്നാൽ മറ്റ് രാജ്യങ്ങളുമായി കണക്ട് ചെയ്യണമെങ്കിൽ ആരെയും കൂടി പിടിക്കേണ്ടി വരും, ഇൻ്റർപോളിനെയും കൂടി വളരെ കൃത്യമായി ഇതിനകത്ത് ലിങ്ക് ചെയ്താൽ മാത്രമേ ഈ കഥ പൂർണ്ണമാവുകയുള്ളൂ. ഈ SIT അന്വേഷണം അതിപ്പോൾ ഒരു വഴിമുട്ടിയെന്ന് ഒരു ഫീലുണ്ടോ പലർക്കും? കാരണം ഈ പലയിടത്തും വേറൊരു എന്താണ് ഡി മണിയിലേക്ക് ഇടയ്ക്ക് പോകുന്നു, പിന്നീട് വീണ്ടും ഡി മണിയെ വിട്ട് വീണ്ടും തിരിച്ചു വരുന്നു. VSSCയുടെ അന്വേഷണ റിപ്പോർട്ട് ഇന്നലെ കൊടുത്തു. ആ അന്വേഷണ റിപ്പോർട്ട് SITക്ക് മനസ്സിലായിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ മൊത്തത്തിലൊരു ഇടിച്ചു നിൽക്കലുണ്ടോ ഈ അന്വേഷണത്തെ അവർ 4 ഘട്ടമാക്കി മാറ്റിയെന്നാണ് അവർ അവകാശപ്പെടുന്നത്. 4 ഫേസാണ്. 4 ഫേസിൽ ഓരോ ഫേസിലാണ് ഞങ്ങൾ കണക്ട് ചെയ്ത് പോകുന്നത് പറയാം. സമ്പന്നനായിട്ടുള്ള പൊളിറ്റിക്കലായിട്ടുള്ള ഒരു സെലിബ്രിറ്റിയുടെ കണക്ട് ചെയ്യണമെങ്കിൽ കറക്റ്റ് ത്രെഡ് വേണം. ശരിയാണ്. അല്ലെങ്കിൽ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. കോടതിയിലൊക്കെ ചിലപ്പോൾ ചോദിക്കും, നിങ്ങൾ എന്തിനാണ് അദ്ദേഹത്തിനെ കണക്ട് ചെയ്തതെന്ന് ചോദിക്കും. കാരണം അവരെല്ലാം സമൂഹത്തിലെ വലിയ ആളുകളാണ്, ഇൻഫ്ലുവൻസേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് ത്രെഡ് വേണം, അത് നമുക്ക് മനസ്സിലാവും. പക്ഷേ ഈ SIT സംബന്ധിച്ചിടത്തോളം അവർ സമ്മർദ്ദത്തിൽ നിന്ന് വിമുക്തമാണ്, സമ്പൂർണ്ണമെന്ന് നമുക്ക് പറയുന്നതിൽ ചില പരിമിതികളുണ്ട്. ഇതിപ്പോൾ KP ശങ്കരദാസിൻ്റെ അറസ്റ്റ്, KP ശങ്കരദാസിനെ ആ ഹോസ്പിറ്റലിൽ നിന്ന് വളരെ നേരത്തെ അറസ്റ്റ് ചെയ്യാമായിരുന്നു. അദ്ദേഹത്തിന് നേരത്തെ അവിടെ ബോധം ഉണ്ടായിരുന്നു, അവിടെ കൊണ്ട് ചികിത്സിക്കണം, തീർച്ചയായിട്ടും ചികിത്സിക്കണം. ചികിത്സയൊന്നും കൊടുക്കേണ്ട, നമ്മൾ എത്രയോ ആളുകളെ ചികിത്സിക്കുന്നു. അപ്പം നേരത്തെ അറസ്റ്റ് ചെയ്യാമായിരുന്നു. അറസ്റ്റ് ചെയ്തിട്ട് അവിടെ അവസാനം ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്ന വാർത്ത എന്താണ്? അദ്ദേഹത്തിന് KP ശങ്കരദാസിന് അത്ര ക്ഷീണിതനല്ലെന്നും അദ്ദേഹത്തിന് മാനസിക രോഗമുണ്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ടെന്നും, എങ്ങനെ കള്ളർ റെക്കോർഡ് ഉണ്ടാക്കിയെന്നും, ആ മാനസിക രോഗം ഉണ്ടെങ്കിൽ ഊളംപാറയിലടക്കം ചികിത്സിക്കണം എന്നുള്ള നിലയിലൊക്കെ ഉള്ള കോടതിയുടെ ചില പരിഹാസ രൂപേണയുള്ള വിഷയങ്ങളൊക്കെ വന്നതിന് ശേഷമാണ് അവിടെ നിന്ന് അദ്ദേഹത്തെ മാറ്റിയെന്നും ആ ഹോസ്പിറ്റലിൽ അദ്ദേഹത്തിന് വേണ്ടി മാത്രം IC മോഡലിൽ ഒരു റൂം സെറ്റ് ചെയ്തു എന്നൊക്കെ ഉള്ള വാർത്തകൾ ഇങ്ങനെ പുറത്ത് വരികയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, കാര്യം ഭരണകൂടം എന്ന് പറയുന്നത് ഒരു സാധനം നമ്മളെപ്പോഴും പഠിക്കണം. ഭരണകൂടം അതിവിചിത്രമാണ്, അതിനിഗൂഢവുമാണ്. ആ വാക്കുകളാണ് എനിക്ക് പറയാനുള്ളത്. അതിവിചിത്രവുമാണ്, അതിനിഗൂഢവുമാണ്. അതിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കാരണം അവരുടെ കയ്യിൽ പണമുണ്ട്, അധികാരമുണ്ട്, ആളുകളെ മൊബിലൈസ് ചെയ്യാൻ പറ്റും, ആരെ വേണം മൊബിലൈസ് ചെയ്യാൻ പറ്റും. ഈ മൊബിലൈസേഷനിൽ അവർക്ക് പലതും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇതിലൊരു പൊളിറ്റിക്കൽ പ്രശ്നം കൂടെ കിടക്കുന്നത് കൊണ്ട്, അല്ലാതെ 4-5 കള്ളന്മാരാണ് ഇത് പിടിച്ചിരുന്നെങ്കിൽ പിന്നെ ഭരണകൂടം ഇത് കൈവിടുമായിരുന്നു. പക്ഷേ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം പൊളിറ്റിക്കൽ പാർട്ടികളിലെ ആളുകളകത്ത് കിടക്കുകയാണ്, പൊളിറ്റിക്കൽ പാർട്ടികളിലെ ആളുകൾ ക്യൂവിൽ നിൽക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് പൊളിറ്റിക്കലായി തിരിച്ചടി ഉണ്ടാകും. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കുറച്ച് സ്ഥലത്തെങ്കിലും തിരിച്ചടി ഉണ്ടായല്ലോ, അപ്പോൾ സ്വാഭാവികമായിട്ട് അസംബ്ലി തെരഞ്ഞെടുപ്പിന് തിരിച്ചടി ഉണ്ടാകുമോ എന്നൊരു ഭയമുണ്ട്. നേരത്തെ ശബരിമല വിഷയത്തിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനും തിരിച്ചടി ഉണ്ടായല്ലോ. അപ്പോൾ ഈ തിരിച്ചടിയുടെ ഭയത്തിൽ, പൊളിറ്റിക്കൽ തിരിച്ചടിയുടെ ഭയത്തിൽ തീർച്ചയായിട്ടും ഇവരെന്ത് ചെയ്യുന്നു? ഇതിന് ഈ പറയുന്ന പ്രഷറുകൾ SITക്ക് കൊടുക്കാം. ഒരു കാര്യം കൂടെ പറയട്ടെ, അതായത് SITയെ സംബന്ധിച്ചിടത്തോളം SIT കോടതികളിൽ നിന്ന് ഒരു സൂചന വരുമ്പോഴാണ് അവർ വേഗത കൂടുന്നത്. ഇല്ലേ, ഈ തിരമാല പോലെയാണ്. കടലിൽ ഒരു തിരമാല അടിച്ച് ചിലപ്പോൾ വൈബ്രൻ്റ് ആവും, പിന്നെ കുറേ സമയം കഴിഞ്ഞ് അടുത്ത വലുത് വരുള്ളൂ എന്ന് പറഞ്ഞതിനൊക്കെയുള്ള ഒരു ആയാറാം പരിപാടി SITക്കുണ്ട്. അവർക്ക് പരിമിതി ഉണ്ടായിരിക്കാം, സ്റ്റാഫ് കുറവായിരിക്കാം, അവർ പിന്നെ ഒരുപാട് ലീഡ് കിട്ടണമായിരിക്കും, ത്രെഡ് കിട്ടണമായിരിക്കും, എല്ലാം ശരിയാണ്. പക്ഷേ അവർ കുറച്ചുകൂടി വേഗതയും കുറച്ചുകൂടി ട്രാൻസ്പെറൻറ്റും ആയില്ലെങ്കിൽ പൊതുബോധത്തിന് കിടക്കുന്നത് ഇവർ ഭരണകൂടത്തിൻ്റെ ചട്ടുകമായി നിൽക്കും എന്നൊരു പൊതുബോധത്തിന് വരും. പക്ഷേ കോടതി അവരുടെ കാര്യത്തിൽ എന്ത് ചെയ്തിട്ടില്ല? അത്ര ഒരു അതൃപ്തി രേഖപ്പെടുത്തിയിട്ടില്ല. നിങ്ങൾ അത് ചെയ്യാത്തത് ഇത് ചെയ്യാത്തതെന്ന് ചോദിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ എന്നാലും നിങ്ങൾ സമ്പൂർണ്ണമായി നിങ്ങൾ പരാജയമാണെന്നും ഞങ്ങൾ വേറെ ഏജൻസി കൊടുക്കുമെന്നും കോടതി പറഞ്ഞിട്ടില്ല. പലപ്പോഴും തൃപ്തി രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അതെ, ഈ EDയുടെ ഒരു വരവ്, അതിനെയാണ് ഈ പ്രതികൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ കരുവന്നൂരിൽ ED വന്നു എങ്കിലും ഫലമുണ്ടാകാതെ ഇരുന്നിട്ടില്ല. കാരണം പ്രതികളുടെ കള്ളപ്പണം അവർ പിടിച്ചു വെച്ചിട്ടുണ്ട്. അത് ഡെപ്പോസിറ്റേഴ്സിന് കൈമാറാൻ തയ്യാറാണെന്ന് അവർ പറയുന്നുണ്ട്. സംസ്ഥാന സർക്കാർ ഇടങ്കോലിടുന്നതുകൊണ്ട് മാത്രമാണ്. കണ്ടലയിൽ അങ്ങനെ പണം കൊടുത്തിട്ടുമുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ശബരിമലയിൽ ഇപ്പോൾ പ്രതികളായിട്ടുള്ള ആളുകൾ അവർ ഉണ്ടാക്കിയിട്ടുള്ള കള്ളപ്പണം നേരത്തെ പറഞ്ഞതുപോലെ ED കൊണ്ടുപോയാൽ, അവരുടെ സ്വത്തുക്കൾ പിടിച്ചെടുത്താൽ അത് ഏറ്റവും വലിയ തിരിച്ചടിയല്ലേ പ്രതികളെ സംബന്ധിച്ചിടത്തോളം? അവരുടെ ഏത് സ്വത്ത് എടുത്തുകൊണ്ട് പോകുന്നതും ഏത് സ്വർണ്ണം എടുത്തുകൊണ്ട് പോകുന്നതും മാത്രമല്ല, ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കാവട്ടെ, മുരാരി ബാബുവിനോട്ടെ, ദേവസ്വം ബോർഡിൽ ജോലി ചെയ്തിരുന്നവർക്കെല്ലാം, ഈവൻ പ്രസിഡന്റിന് പോലും പല ഉപഹാരങ്ങളും എവിടെ നിന്ന് കിട്ടിക്കാണും?
സ്വർണത്തിന്റെ രൂപത്തിൽ തന്നെ കിട്ടിക്കാണും. പല സ്ഥലത്തുനിന്ന് കിട്ടിക്കാണും. പല ക്ഷേത്രങ്ങൾ, ഈ ഒരു ക്ഷേത്രം അല്ലല്ലോ, 1200 ക്ഷേത്രമില്ലേ, ആ ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ കിട്ടിക്കാണും. അപ്പോൾ അതിലകത്തുള്ളത് എല്ലാത്തിനും കറക്റ്റ് രേഖയും റെക്കോർഡും പരിപാടികളും ഇല്ലെങ്കിൽ അതെല്ലാം ഈടിപ്പൊക്കും. തീർച്ചയായിട്ടും ആ ഭാഗം കറക്റ്റ് ആയിരിക്കും. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ കരിവണ്ണൂരിൻ്റെ കാര്യം കണ്ടലയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായി പറഞ്ഞത് അതെല്ലാം വരുന്നതാണ് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ, അല്ലെങ്കിൽ പിന്നെ മറ്റ് അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള നൂലാമാലകൾ വന്നിട്ട് എൻഡിൽ വരുമ്പം നെറ്റ് റിസൾട്ട് എന്താ വരുന്നത്, ഈ അന്വേഷണ ഏജൻസികളിൽ അങ്ങനെ നിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിപ്പോൾ വേണ്ടത് എന്താണ്? ഇപ്പോൾ സ്വപ്നയുടെ കേസ് തന്നെ ഒരു ഘട്ടം കഴിഞ്ഞ് അങ്ങോട്ട് പോയില്ലല്ലോ, ശിവശങ്കറിൽ കറങ്ങി അങ്ങ് നിന്നല്ലോ. അപ്പോൾ അത് പോരാ, നമ്മളിത് അവസാനത്തെ ആളിനെയും പൊക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചോദ്യം ചെയ്യുമെങ്കിലും ചെയ്തിട്ട്, കാരണം പൊതുബോധത്തിന് അത് കിട്ടിയാൽ മതി. അല്ലാതെ നമുക്ക് പൊതുജനങ്ങൾക്ക് എല്ലാവരെയും ഇപ്പോൾ ഒരു കള്ളനെ പിടിച്ചുകൊണ്ട് പോയി, ചിലപ്പോൾ കോടതി വെറുതെ വിടുമായിരിക്കും, അത് വേറെ കഥ. പക്ഷെ കള്ളനെ പിടിച്ചല്ലോ, അതെ, പിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു മെസ്സേജ് എന്താണ്? ഇതാണ്. പക്ഷേ ഈ സിസ്റ്റത്തിൻ്റെ ഒരു ഫെയിലിയർ കൊണ്ടോ, സിസ്റ്റം കൊളാപ്സ് ചെയ്തതുകൊണ്ടോ, ആരെങ്കിലും ഹൈജാക്ക് ചെയ്തതുകൊണ്ടോ, വലിയ വക്കീലിനെ വെച്ചതുകൊണ്ടോ അയാൾ രക്ഷപ്പെടും, അത് വേറെ വിഷയം. പക്ഷെ നമുക്ക് പ്രൈമറി ആയിട്ട് തെറ്റ് ചെയ്ത ആളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയല്ലോ. അത്രയെങ്കിലും നമുക്ക് ഇ ഡിയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ പ്രതീക്ഷിക്കും. കാരണം ചെയ്യുമ്പോൾ ഒരു ഉന്നതനെയും ഇ ഡി എന്ത് ചെയ്യാൻ പാടില്ല, ഈ റഡാറിൽ നിന്ന് പുറത്ത് നിർത്താൻ പാടില്ല. അപ്പോൾ ആ റഡാറിൽ വരുന്നവർ ഈ പറഞ്ഞ കണക്ക് ശിക്ഷിക്കപ്പെടുമോ അല്ലെങ്കിൽ കോടതിയിൽ രക്ഷപ്പെടുമോ എന്നുള്ളത് വേറെ വിഷയം. പക്ഷേ റഡാറിൽ ഇത് വരണം. ഈ നേരത്തെ പറഞ്ഞ പോലെ ഭരണകൂടത്തിന് ഉയർത്തുന്ന ഒരു പ്രതിരോധം, അതിനെ തകർക്കാൻ ഇ ഡിക്കും പരിമിതികളുണ്ട്. കാരണം സ്വർണ്ണക്കടത്ത് കേസിൽ ഇ ഡി ഇപ്പോൾ പറഞ്ഞു നിർത്തിയിരിക്കുന്നത് എന്തിനാ, ഇവിടെ ഇത് സാധ്യമല്ല, ഈ കേസ് കർണാടകത്തിലേക്ക് മാറ്റണം എന്നൊരു അപേക്ഷ സുപ്രീം കോടതിയിൽ കൊടുത്തിട്ടാണ് സ്വർണ്ണക്കടത്ത് കേസിൽ ഇ ഡി അത് അവസാനിപ്പിച്ചത്. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഉണ്ട്. ഇപ്പം 50-ൽ പിന്നെ എന്താണ് 1950-ൽ തീ വെച്ചല്ലോ ശബരിമലയിൽ. ഇപ്പം 2025 75 വർഷം കഴിഞ്ഞല്ലോ. എന്തേ ആ റിപ്പോർട്ട് അംഗീകരിച്ചോ, കളഞ്ഞോ, ഉണ്ടോ? എന്താണ് റിപ്പോർട്ടിൻ്റെ സ്ഥിതി? എന്തുകൊണ്ട്? പൊളിറ്റിക്കലായിട്ടുള്ള പേട്ടറേജ് ഉള്ളതുകൊണ്ടാണ് ആ റിപ്പോർട്ട് പുറത്ത് വരാതെ, അല്ലെങ്കിൽ അത് പുറത്ത് വരാൻ മീൻസ് ആർക്കൈവിലുണ്ട്, ആർക്കൈവിൽ വെച്ചതുകൊണ്ട് കാര്യമില്ലല്ലോ. അതിന് ഒരു ആക്ഷൻ വരാത്തത്, അല്ലെങ്കിൽ ഒരു ഫോളോ അപ്പ് വരാത്തത്, തുടർ അന്വേഷണം നടക്കാത്തത് എന്താണ്? പൊളിറ്റിക്കലായത് അത് ചവിട്ടി വെച്ചിരിക്കുകയാണ്. അതുപോലെ ഇത്തരം കേസുകളിൽ പൊളിറ്റിക്കൽ ആളുകളും സമൂഹത്തിലെ ഉന്നതരും, സമ്പത്തുള്ള ഉന്നതരും ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ മണി പവർ, പൊളിറ്റിക്കൽ പവർ, മസിൽ പവർ ഇത് പലപ്പോഴും പ്രവർത്തിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ അയ്യപ്പനെങ്കിലും പ്രവർത്തിച്ചിട്ട്, നമ്മളങ്ങനെ പറയാമല്ലോ, ദൈവമെങ്കിലും അല്ലെങ്കിൽ ദേവനെങ്കിലും പ്രവർത്തിച്ചിട്ട് ഈ ചെയ്ത് കൂട്ടിയിട്ടുള്ള പാപങ്ങൾക്കെല്ലാം ഒരു പരിഹാരമുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയെങ്കിലും ഒരു പ്രതീക്ഷ വേണമല്ലോ മനുഷ്യന്. അവസാനം മനുഷ്യനൊരു ഓപ്റ്റിമിസ്റ്റ് ആവണമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു പ്രതീക്ഷയെങ്കിലും നമുക്ക് മുന്നോട്ട് വെക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഇ ഡി വന്നത് ഇപ്പോൾ അവരുടെ സ്റ്റെപ്പ് വളരെ കറക്റ്റാണ്. 21 സ്ഥലത്ത് അവർ വലിയ തയ്യാറെടുപ്പ് നടത്തിയാലേ അവർക്ക് 21 സ്ഥലത്ത് പോകാൻ പറ്റുള്ളൂ. വളരെ കുറഞ്ഞ സ്റ്റാഫുള്ളൊരു എറണാകുളത്തൊരു ചെറിയ യൂണിറ്റ് മാത്രമാണ്. അവർ മിനിമം 100 പേരെങ്കിലും ഉണ്ടെങ്കിലേ അവർക്ക് ഇത്രയും സ്ഥലത്ത് വാഹനവും ഇതിന് കണക്ട് ചെയ്യാനും ഇത് തമ്മിൽ ബന്ധിപ്പിക്കാനും ഒക്കെ വലിയൊരു പണി ചെയ്താൽ മാത്രമേ ഇ ഡിക്ക് ഇത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതല്ല, അവർ 100% മാർക്ക് വാങ്ങിച്ചിരിക്കുകയാണ്, നല്ല കയ്യടി വാങ്ങിച്ചിരിക്കുകയാണ്. 21 സ്ഥലവും അവർ ഒരേ സമയം റെയ്ഡ് ചെയ്തു. ഇനി ബാക്കിയുള്ള ആളുകളെ എങ്ങനെ കണക്ട് ചെയ്യും, അല്ലെങ്കിൽ ത്രെഡുകളിൽ നിന്ന് ത്രെഡുകളിലേക്ക് പോയി എങ്ങനെ കണക്ട് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു ടെക്നിക്കൽ ഹിച്ചിൽ നിൽക്കുകയാണെങ്കിൽ ദാറ്റ്സ് ഓക്കെ, അത് സമൂഹത്തിന് മനസ്സിലാവും, പൊതുബോധത്തിന് മനസ്സിലാവും. പക്ഷേ അല്ലാതെ വന്നു പോയാൽ അതൊരു വലിയ ഒരു പ്രതിസന്ധിയാവും. പക്ഷേ അങ്ങനെ പ്രതിസന്ധി ആവും നമ്മൾ വിചാരിക്കേണ്ട. ഒരു ഓപ്റ്റിമിസ്റ്റ് നമുക്ക് കൊണ്ടുപോകാം. കാര്യം ഇനിയിപ്പോൾ തുടങ്ങിയിട്ടല്ലോ അവർ. വളരെ മണിക്കൂറുകൾ അവർ വളരെ അത്യധ്വാനം ചെയ്ത് പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊരു നെഗറ്റീവ് ലൈനിൽ ചിന്തിക്കേണ്ട. അവർ ഒരു റിസൾട്ട് നമുക്ക് ഉണ്ടാക്കി തരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിൽ ഈ കേസിൽ തന്ത്രിയുടെ അറസ്റ്റ്, അതിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പൊളിറ്റിക്കൽ ആംഗിളിൽ നോക്കിയാൽ ആ പൊളിറ്റിക്കൽ പാർട്ടിക്ക് രക്ഷപ്പെടാനുള്ള ഒരു ബാലൻസിങ് ആയിരുന്നു. കാരണം ഇ ഡി തന്ത്രിയെ തൊട്ടിട്ടില്ല. ഇന്നിപ്പോൾ പ്രതികളുടെ വീടുകളിലെല്ലാം അറസ്റ്റ് നടക്കുന്നുണ്ടെങ്കിലും ഇ ഡി തന്ത്രിയുടെ വീട്ടിലെത്തിയിട്ടില്ല. തന്ത്രിയുടെ വീട്ടിൽ വീട് പോകേണ്ടി വരും. കാരണം തന്ത്രി ഈ കേസിൽ നിൽക്കുന്നത് കൊണ്ട് തന്ത്രിയുടെ പേപ്പറുകളൊക്കെ കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് അല്ലെങ്കിൽ തന്ത്രി ഒഴിവാക്കിയാൽ ഇടിക്ക് മറ്റൊരു പരാതി വരും. അപ്പോൾ പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ഇതൊക്കെ വരും. BJP എന്നൊക്കെ പറഞ്ഞാൽ വേറെ സംഘപരിവാർ എന്നൊക്കെ പറഞ്ഞ് വേറെ പരാതികളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്ത്രിയുടെ വീട്ടിലും പോകാനാണ് സാധ്യത. അതാണ് ഞാൻ മനസ്സിലായി. പക്ഷേ ഈ തന്ത്രിയുടെ അറസ്റ്റിൻ്റെ 2 ഭാഗമുണ്ട്. ഒന്നാം ഭാഗത്തിൽ ഈ വാജി വാഹന കഥ കുറച്ചൊരു കൺഫ്യൂഷൻ ഈ SITക്കും പറ്റിയിട്ടുണ്ട്. കാരണം അതിനെ സംബന്ധിച്ച് 2 അഭിപ്രായം നിലവിലുണ്ട്. ഒന്നെന്ന് പറയുന്നത് തന്ത്രാചാര്യ ഇപ്പോൾ കുഴിക്കാട്ട് വച്ച് എടുത്തു കഴിഞ്ഞാലും, പിന്നെ 1425-26 മറ്റേ നമ്പൂരിയുടെ എടുത്തു കഴിഞ്ഞാലും 3 പുസ്തകങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഏതെടുത്താലും ആ തന്ത്ര സമുച്ചയത്തിലൊക്കെ പറയുന്നുണ്ട്, ഇങ്ങനെ തടിയാണെങ്കിൽ ദാരുശില്പമാണെങ്കിൽ അത് കത്തിച്ച് ഭസ്മം പോലെയാക്കി വെള്ളത്തിൽ കളയണമെന്നും, മറ്റേ പിന്നെ കല്ലുകൊണ്ടുള്ള ശില്പമാണ് വാജിവാഹനമാണെങ്കിൽ അത്
പിന്നെ എന്താണ് പിന്നെ പൊട്ടിച്ച് കളയണമെന്നും അല്ലെങ്കിൽ അത് കിണറ്റിലിടണമെന്നും സുരക്ഷിതമായി മറ്റൊരാളും എടുക്കാത്ത സുരക്ഷിതമായി പവിത്രമായി കളയണമെന്നും അല്ല ഇതാണെങ്കിൽ ഗുരുവിന് കൊടുക്കണമെന്നാണ് പറയുന്നത്. തന്ത്രി കൊടുക്കണമെന്ന് പറയുന്നില്ല, ഗുരുവിന് കൈമാറണമെന്നാണ്. അപ്പോൾ ഒരു തമാശ ഒരാളെന്നോട് തമാശയാണ് കേട്ടോ, ഞാനതൊരു സീരിയസ് ആയിട്ട് പറഞ്ഞല്ല. പറഞ്ഞു ഒരു ബ്രാഹ്മണനല്ലേ അല്ലെങ്കിൽ ഒരു നമ്പൂരിയല്ലേ ആ പുസ്തകം എഴുതിയത്, അപ്പോൾ തടി കത്തിച്ച് കളയണം, കല്ല് ഇങ്ങനെ കളയണം, സ്വർണ്ണമായാൽ അല്ലെങ്കിൽ മറ്റേ ചെമ്പായാൽ അത് ഗുരുവിന് കൊടുക്കണമെന്ന് ഒരു ദുഷ്ടലാക്കുണ്ടോ? അങ്ങനെ എഴുതിയവരെ കുറ്റം പറയാതെ, കാരണം അവരൊക്കെ വളരെ സാത്വികരും അങ്ങനെയൊന്നും ദൈവത്തിൻ്റെ സ്വത്ത് എടുക്കുന്നവരൊന്നും അല്ല ഈ എഴുതിയ ആളുകളൊക്കെ, വളരെ വലിയ സാത്വികരാണ്. അപ്പോൾ അതുകൊണ്ട് മനീഷികളാണ്. അതുകൊണ്ട് അവരെ നമ്മൾ അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട. ആ ക്ഷേത്രങ്ങളിലുള്ള പലതും ഗുരുക്കന്മാർക്കും തന്ത്രിമാർക്കും കൊടുക്കുന്ന ശീലമുണ്ട്. പക്ഷേ 2002 രാജഗോപാലൻ നായർ എഴുതി വെച്ചു വന്ന് ഇങ്ങനെ അത് കൊടുക്കാൻ പറ്റില്ല, എല്ലാ സ്വത്തുക്കളും ഇതുപോലുള്ള എല്ലാ വസ്തുക്കളും ആർക്കുള്ളതാണ്? ദേവസ്വം ബോർഡിൻ്റെതാണ്. അതിനുശേഷം എന്നാൽ 2006 വെടിച്ചങ്കോൽ നെയ്യാറ്റിൻകരയിലൊരു അമ്പലത്തിൽ ഇത് കൊടുക്കുകയും ചെയ്തു. പിന്നെ തിരുവനന്തപുരത്ത് തന്നെ മറ്റൊരു അമ്പലത്തിലും കൊടുങ്ങല്ലൂരും എറണാകുളത്തെ 3 അമ്പലത്തിൽ ഇത് എന്ത് ചെയ്യുകയും ചെയ്തു? കൊടുക്കുകയും ചെയ്തു. ഇപ്പോൾ വാജിവാഹനം കൊടുത്തത്, പക്ഷേ അതിൽ ഈ വളരെ സമ്മർദ്ദപ്പെടുത്തി തന്ത്രി അറസ്റ്റ് ചെയ്തെങ്കിലും തന്ത്രി അകത്ത് കിടക്കുന്നെങ്കിലും കോൺഗ്രസിനെ വെട്ടിൽ വീഴ്ത്താൻ വേണ്ടി ശ്രമിച്ചത് നടന്നിട്ടില്ല. അജയ് ത്രയലിനെ വെട്ടിൽ വീഴ്ത്താൻ നടന്നിട്ട് അത് നടന്നില്ല. കാരണം എന്താണ്? പരസ്യമായി കൊടുത്തതാണ്, അഡ്വക്കേറ്റ് കമ്മീഷൻ വെച്ച് കൊടുത്തതാണ്, അഡ്വക്കേറ്റ് കമ്മീഷനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തു, കോടതി അത് അംഗീകരിച്ചു, ഓക്കെ അന്ന് കൊടുത്തത് ശരിയാണെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് വന്നിട്ടില്ല. അപ്പോൾ വാജിവാഹനത്തെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു വിഷയമുണ്ട്, അത് തന്ത്രിക്ക് അവകാശപ്പെട്ടതാണ്. പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഞാനത് തന്ത്രി ഇപ്പോഴത്തെ തന്ത്രി, അതായത് നമ്മുടെ കണ്ഠരര് രാജീവോ അല്ലെങ്കിൽ കണ്ഠരര് മോഹനരോ അങ്ങനെ ചില ആളുകളൊക്കെ അസുരവിത്തുകളാണെന്ന് വയ്ക്കുക. പക്ഷേ താഴ്മൺ കുടുംബം എന്ന് പറയുന്നത്, ഇല്ലോ എന്ന് പറയുന്നത് അത്ര അസുരവിത്തുകളുടെ ഒരു ഇല്ലൊന്നും അല്ലല്ലോ. 10,000 10,000 പേർക്കകത്ത് മാത്രം ശബരിമലയിൽ പൊക്കോണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് കോടാനുകോടി ആളുകൾ പോകുന്ന 10,000 കോടി രൂപ പിരിക്കുന്ന ഒരു സ്ഥലമായി അത് മാറിയല്ലോ. അപ്പോൾ അവിടുത്തെ തന്ത്രിമാർക്കും അവിടെ പൂജ ചെയ്ത പോറ്റിമാരുടെ ആ ഒരു പ്രാണൻ്റെ അർപ്പണവും ജീവാത്മ അർപ്പണമൊക്കെ ഉണ്ട്. അത് നമ്മൾ കാണാതെ നമ്മൾ എന്ത് ചെയ്യരുത്? ഇപ്പോൾ ആരെങ്കിലും 1-2 പേര് കാണിക്കുന്ന അസുരവിത്ത് പണി കാണിക്കുന്നവരെ വെച്ചുകൊണ്ട് മൊത്തം നമ്മൾ സിസ്റ്റത്തെ അനലൈസ് ചെയ്തരുത്. ഇവിടെ അരയ സമാജമൊക്കെ വന്നിട്ട് വലിയ ബഹളം ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ വേറൊരു അമ്പലം നടത്തട്ടെ. ഒരു അമ്പലം നടത്തുക എന്ന് പറയുന്നത് ഒരു വലിയ പണിയല്ലേ? ചുമ്മാ അങ്ങോട്ട് ക്ഷേത്രം തുറന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ വരില്ലല്ലോ. 1250 അമ്പലത്തിൽ 250 അമ്പലം ഒഴിച്ച് 1000 അമ്പലവും നഷ്ടത്തിലല്ലേ വേണം. നഷ്ടമെന്ന് പറഞ്ഞാൽ അവിടെ കൊടുക്കാൻ പോറ്റിക്കോ അവിടുത്തെ പരിവാരങ്ങൾക്കോ പൈസ കൊടുക്കാനുള്ള പൈസ എവിടെ നിന്ന് വരുന്നില്ല, ആ ക്ഷേത്രത്തിൽ നിന്ന് വരുന്നില്ല. ലാഭനഷ്ടമല്ല ഞാൻ പറഞ്ഞത്, പൈസ വരുന്നില്ല, വരുമാനം വരുന്നില്ല. 1000 നടത്തും, 250 സ്ഥലത്തെ വരുമാനം കൊണ്ടാണ് ഈ ഓടേണ്ടത് കഥ. ആ 250 തന്നെ ഏറ്റവും കൂടുതൽ വരുമാനം എവിടെ നിന്നാണ്? ശബരിമല കഥ വെച്ചാണ് ഇത് മൊത്തം ഓടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ക്ഷേത്രം അങ്ങോട്ട് തുറന്നു വെച്ചു എന്ന് വിചാരിച്ചിട്ട് അവിടെ ആര് വരണമെന്നില്ല, ഭക്തർ വരണമെന്നുമില്ല, ഭക്തർ സംഭാവന കൊടുക്കണമെന്നുമില്ല. അതുകൊണ്ടാണ് ശബരിമല എന്ന് പറയുന്നൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ആ സ്പെഷ്യാലിറ്റി ഉണ്ടാക്കിയെടുക്കുന്നതിൽ തന്ത്രി കുടുംബത്തിനും പോറ്റി കുടുംബത്തിനുമൊക്കെ വലിയ പങ്കുണ്ട്. ആ പങ്ക് നമ്മൾ തള്ളിക്കളഞ്ഞുകൊണ്ട്, ഇത് പണ്ട് ബുദ്ധക്ഷേത്രമായിരുന്നില്ല, ഇപ്പോൾ ബുദ്ധൻ, ഇനി തിരിച്ചും ഞാൻ പറയാം, ഇത് അരയന്മാരിപ്പോൾ പറയുന്ന അരയ ക്ഷേത്രം, അതിനുമുമ്പ് ബുദ്ധക്ഷേത്രമായിരുന്നു എന്നൊരു വാദമുണ്ടല്ലോ. എങ്കിൽ പിന്നെ മൈസൂറിൽ കിടക്കുന്ന ബുദ്ധവിഹാരത്തിലുള്ള സന്യാസിമാരെ വിളിച്ചുകൊണ്ടെന്നില്ല, നിങ്ങൾ എടുത്തോളൂ, നടത്തിക്കോളൂ ശബരിമല, നിങ്ങളുടേതാണ്. പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റത്തില്ല. പിന്നെ ഒരു കാര്യം ഇവിടെ ഞാൻ പറഞ്ഞ ആ ഭാഗം ഇത് പലതും പറഞ്ഞു വരുന്നത്, 4 തരത്തിലാണ് നമ്മൾ ദൈവത്തെ കാണുന്നത്, ഈ ദൈവചിന്ത വരുന്നത് മനുഷ്യർക്കും പിന്നെ നമ്മുടെ ഹിന്ദുക്കൾക്ക് സനാതന ധർമ്മം അനുസരിച്ച്. ഒന്ന് ബ്രഹ്മ വിഷ്ണു മഹേശ്വര എന്ന് പറയുന്ന അവതാരങ്ങളുമായി ബന്ധപ്പെടുത്തി മുരുകൻ ഗണപതി ഇങ്ങനെ വരുന്നൊരു സ്ട്രീമാണ്. അത് പഠിപ്പിക്കേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം. ദേവി ശാക്തേയ ഇങ്ങനെ വരുന്ന ഒരു ചിന്ത, അതാണ് എല്ലാം. അപ്പോൾ പുരാണ കഥകളുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് എല്ലാം. ശിവന് പാർവതി ഇങ്ങനെ പോവും. അങ്ങനെ ഒരു ദൈവസങ്കല്പമുണ്ട്. ഓക്കെ, പരമ്പരാഗതമായി പണ്ട് കാലത്തെ ചെയ്തു വയ്ക്കുന്ന മാടൻ എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞറിയാവോ? പിന്നെ ഈ കുറഞ്ഞ ദൈവം എന്നല്ല പറയുന്നത്, ഈ പിന്നെ ഇത് കെട്ടിയിരിക്കുന്ന, അതായത് വലിയ ദൈവത്തെ തന്നെ, ദൈവം ഒന്നല്ലേ ഉള്ളൂ, അതിനെ കെട്ടിയ സ്ഥലത്തിനാണ്. മറുത എന്ന് പറഞ്ഞാൽ മറുതായാണ് കേട്ടോ, അല്ല മറുതയല്ല. ആളുകൾ പറഞ്ഞ് അതിനെയൊക്കെ വേറെ രൂപത്തിലാക്കിയതാണ്, ജാതി കയറ്റിയതാണ്. അപ്പം ഞാൻ പറഞ്ഞത്, അപ്പം ഇതിനകത്ത് രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞാൽ പരമ്പര കൊണ്ട് വരുന്ന രീതി. മൂന്നാമതൊരു രീതി എന്ന് പറഞ്ഞാൽ താന്ത്രിക വിദ്യ അനുസരിച്ച് വിഗ്രഹങ്ങൾ വയ്ക്കും. നാലാമതൊരു രീതിയുണ്ട്, ശബരിമലയിൽ നടന്നിരിക്കുന്നതാണ് പുനഃപ്രതിഷ്ഠ നടന്നാൽ ഈ വീട്, ഈ ഇപ്പം നമ്മൾ സംസാരിക്കുന്ന സ്റ്റുഡിയോ പണ്ട് എന്തായിരുന്നിരിക്കാം, വേറെ ഏതെങ്കിലും ഒരു സ്ട്രക്ചർ താഴെ ഉണ്ടായിരുന്നിരിക്കാം. അതിപ്പോൾ നമ്മൾ അന്വേഷിക്കരുത്. പ്രത്യേകിച്ച് ഹിന്ദു വിശ്വാസത്തിൽ അങ്ങനെയില്ല, മനസ്സിലായല്ലോ. അതുകൊണ്ട് പുനഃപ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രത്തിൽ ചെന്നിട്ട് ഇതിൻ്റെ മുമ്പുള്ള വിഗ്രഹം ഏതെന്ന് അന്വേഷിക്കുന്നത് ഹിന്ദു വിശ്വാസ പ്രമാണം അനുസരിച്ച് ശരി. അക്കാഡമിക്കായിട്ട് നമുക്ക് പറയാം, അയ്യപ്പൻ അങ്ങോട്ട് പോയിരുന്നു, അയ്യപ്പൻ പിന്നെ
ഒരുപാട് കഥകൾ ഞാനിപ്പോൾ ഈ ശബരിമലയെക്കുറിച്ച് ഞാൻ കുറേ അധികം പഠനം നടത്തിയ ആളാണ്. ഒരു 10-100 പുസ്തകം തന്നെ, രേഖകൾ തന്നെ, പുസ്തകം കുറച്ചേ ഉള്ളൂ, 10-30 ഉള്ളൂ, 100-100ഓളം രേഖകൾ തന്നെ, വളരെ പഴയ രേഖകളൊക്കെ ഞാൻ കളക്ട് ചെയ്തു. അപ്പോൾ ഹരിവരാസൻ എഴുതിയത് അവിടുത്തെ ജാനകി അമ്മ അല്ല, പിന്നെ അതുപോലെ തീവെപ്പിൻ്റെ കേസുകൾ, ഒരുപാട് ഡോക്യുമെൻ്റ് ഞാൻ കളക്ട് ചെയ്തു. ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റ് കളക്ട് ചെയ്തതാണ്. അത് അക്കാഡമിക് ഇൻട്രസ്റ്റിൽ കൊള്ളാം. പക്ഷേ അത് വെച്ചുകൊണ്ട് ശബരിമല അരയന്മാരതാണ്. അതിന് മുമ്പ് 1903 മുമ്പ് അരയന്മാരായിരുന്നു. കുറച്ചുകൂടെ പിറകിലോട്ട് പോയ 18-ാം നൂറ്റാണ്ടിൽ അല്ലെ 8-ാം നൂറ്റാണ്ടിൽ അത് പണിതത് ബുദ്ധന്മാരാണ്. അതിന് മുമ്പ് ശാസ്താവിനെ ഉണ്ടായിരുന്നു പിന്നെ ജൈനന്മാർ അവിടെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് ആരെ കൊടുക്കാൻ പറ്റില്ല? അമ്പലം കൊടുക്കാൻ പറ്റൂല. കാരണം അമ്പലത്തിൽ പുനഃപ്രതിഷ്ഠയും പിന്നെ അടുത്ത ആളിനും ഇപ്പോൾ വേറൊന്നും വേണ്ട. ആറ്റുകാൽ ക്ഷേത്രം ബ്രാഹ്മണരുടെ കയ്യിലിരുന്നതാണല്ലോ. ഇപ്പോൾ ഏറ്റവും അവിടുത്തെ മെജോറിറ്റി നായർ കമ്മ്യൂണിറ്റി ആണല്ലോ. അതിലൊരു ഘട്ടത്തിൽ ശൈവ വെള്ളാള കമ്മ്യൂണിറ്റിയിൽ ഇരുന്നു എന്ന് പറയുന്നു. എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ അവിടെ പോയി അവർ പോയി ഞങ്ങൾ അമ്പലം ഇത്രയും വലുതായി നായർ കമ്മ്യൂണിറ്റിയിലേക്ക് കിട്ടിയതിന് ശേഷമാണ് അമ്പലം ഇത്രയും പ്രസിദ്ധിയാവുന്നതും അതിന് ഒരുപാട് പൂജ മറ്റു കാര്യങ്ങളൊക്കെ വന്നത്. ഇപ്പോൾ അവിടെ ചെന്നിട്ട് കോടിക്കണക്കിന് രൂപ സ്വത്തുള്ള സ്ഥലത്ത് ചെന്നിട്ട് ഞങ്ങൾ ബ്രാഹ്മണന്മാരാണ് പണ്ട് നടത്തിയത് നിഞ്ഞ് താ എന്ന് ചോദിക്കാൻ പറ്റില്ല. അങ്ങനെ പറ്റത്തില്ല. ക്ഷേത്രത്തിൽ ഒരിക്കലും പഴയതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ക്ഷേത്രം പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ എന്തായിരിക്കണം? ആക്രമിച്ചതൊക്കെ ആയിരിക്കണം. ഇപ്പോൾ ബാബറി മസ്ജിദൊക്കെ ആക്രമിച്ചതുപോലെ ആക്രമിച്ച് പൊളിച്ച് കളഞ്ഞിട്ട് ഇത് ഹിന്ദു ക്ഷേത്രത്തിൽ തന്നെ മറ്റൊരു പ്രതിഷ്ഠയാണ് വെച്ചതെങ്കിൽ ഇപ്പോൾ ശാസ്താവിൽ അയ്യപ്പൻ ലയിച്ചു, ശാസ്താവിൽ മണികണ്ഠൻ അവിടെ വന്നു, മണികണ്ഠൻ ലയിച്ചു എന്നൊക്കെ പറയുന്ന പുതിയ സിദ്ധാന്തങ്ങൾ വന്നതിന് ശേഷം പണ്ടതല്ല, ഇതിപ്പോൾ പണ്ട് അങ്ങനെ ആയിരുന്നു, അയ്യപ്പൻ കള്ളു കുടിക്കുമായിരുന്നു, അല്ലെങ്കിൽ അയ്യപ്പൻ, അത് പറഞ്ഞിട്ട് കാര്യമില്ല. പറയുന്നതിന് ഹിന്ദു സംവിധാനത്തിൽ പ്രസക്തിയില്ല. ഹിന്ദു സംവിധാനത്തിലെ പ്രസക്തി ഇത് പുനഃപ്രതിഷ്ഠ കഴിഞ്ഞതിന് ശേഷം ഈ ക്ഷേത്രം 1909 ശേഷം 3 ശേഷം ഇത്രയും വലിയൊരു ക്ഷേത്രമാക്കി എടുക്കുന്നതിൽ വലിയ അധ്വാനം ദേവസ്വം ബോർഡുകൾക്കുണ്ടായിരുന്നു. അവരെ നമ്മൾ കുറച്ച് കാണണ്ട. ദേവസ്വം ബോർഡ് ഇപ്പോഴല്ലേ കുഴപ്പമായത്. ദേവസ്വം ബോർഡുകൾക്കുണ്ടായിരുന്നു. സിനിമയ്ക്ക് വലിയ പങ്കുണ്ട്. ഗുരുവായൂരപ്പൻ്റെ സിനിമ വന്നതിന് ശേഷമാണ് ഗുരുവായൂർ അത്രയും തിരക്ക് വന്നത്. സ്വാമി അയ്യപ്പൻ വന്നതിന് ശേഷമാണ് ശബരിമലയിൽ ഇത്രയും തിരക്ക് വരുന്നത്. പിന്നെ പ്രാക്കുളം ഭാസിയുടെ നേതൃത്വത്തിൽ അന്ന് വളരെ വ്യാപകമായിട്ട് ജാഥകൾ നടത്തിയിരുന്നു, ഒരുപാട് പരിപാടി നടത്തിയിരുന്നു. അങ്ങനെയൊക്കെയാണ് ശബരിമല ഈ പ്രശസ്തി വന്നത്. അപ്പോൾ ആ പ്രശസ്തിയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അതുവരെ ഇല്ലാത്ത ഞങ്ങളെല്ലാം കൂടെ വന്ന് ഇത് ഇഞ്ഞ് തരി എന്ന് ചോദിക്കണം, അതൊന്നും ന്യായമല്ല. പിന്നെ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം, അതുകൊണ്ട് ഞാൻ പറയുമ്പോൾ ആരെയും നമ്മൾ തള്ളിക്കളയേണ്ട. ശബരിമലയെ സംബന്ധിച്ച് ശബരിമലയിൽ ഒരു ഇൻഡിപെൻഡൻറ്റ് ബോർഡ് ആക്കിക്കൂടെ എന്നൊരു ചോദ്യം ആര് ചോദിച്ചിട്ടുണ്ട്? സുപ്രീം കോടതി ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ ഗുരുവായൂർ പോലെ കൂടൽമാണിക്യം പോലെ ഒരു ഇൻഡിപെൻഡൻറ്റ് ബോഡി ആക്കിക്കൂടെ? ആരുടെ? ശബരിമലയെ. അങ്ങനെ ആക്കുമ്പോൾ എൻ്റെ വാദം എന്ന് പറയുന്നത് ഞാൻ കുറച്ച് രേഖയാണ് പറയുന്നത്. ഇൻകോർപ്പറേറ്റഡ് എന്ന് പറഞ്ഞ് കുറേ രേഖകൾ വച്ചിട്ടാണ് ഈ ശബരിമല ക്ഷേത്രമൊക്കെ ആരെടുത്തത്? തിരുവിതാംകൂർ രാജാവിന് കൊടുത്തത്. അത് കൊടുക്കാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ ടിപ്പു സുൽത്താൻ ആലുവ വരെ എത്തി. ഇത് ചുമ്മാ അങ്ങ് മതസൗഹാർദ്ദമൊക്കെ പറഞ്ഞങ്ങ് പോകണ്ട, കുറച്ച് കാര്യങ്ങളൂടെ പഠിച്ച് പോകണം മലയാളി. ആലുവ വരെ ആരെത്തി? ടിപ്പുവിൻ്റെയും ഹൈദരാലിയുടെയും സംഘങ്ങളെത്തി. അപ്പോഴാണ് ഗുരുവായൂരപ്പനെ എടുത്തുകൊണ്ട് പോയത് അവിടെ നിന്ന്, അമ്പലപ്പുഴയെ കൊണ്ടുവച്ചത് വിഗ്രഹത്തെ. അതുപോലെ തന്നെ അപ്പോഴാണ് ആർക്ക്? നമ്മുടെ പന്തളം കൊട്ടാരത്തിന് ഇത് നോക്കാനുള്ള ശക്തിയില്ല. അപ്പോൾ തിരുവിതാംകൂർ കൊട്ടാരക്കാരെന്ത് ചെയ്തു? അതിനകത്ത് മൺട്രോ സാഹിബിൻ്റെ ഒരു വക്രബുദ്ധിയുണ്ട്. മൺട്രോ സാഹിബിന് ബ്രിട്ടീഷുകാർക്ക് കരം പിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. ഈ വക്രബുദ്ധിയിലാണ് ഈ ശബരിമല ഉൾപ്പെടെയുള്ള കുറേ ക്ഷേത്രങ്ങളെ പന്തളം കൊട്ടാരത്തിൻ്റെ കയ്യിലിരുന്ന കുറേ ക്ഷേത്രങ്ങളെ ആരേറ്റെടുക്കുന്നത്? ഒരു ദേവസ്വം ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങി, മൺട്രോ സാഹിബിൻ്റെ നിർദ്ദേശപ്രകാരം ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങി ഗവൺമെൻറ് ഏറ്റെടുക്കുന്നത്. ഗവൺമെൻറ് അല്ല, അന്നത്തെ രാജാവ്. ഒരു കാര്യം കൂടെ പറയാം. അപ്പോൾ ഇവർക്ക് നേരിട്ട് പോയി ഭരിക്കാൻ പറ്റില്ല. ആരും ഭരിക്കേണ്ട കാര്യമില്ല. ശബരിമലയിൽ ആരും പോകുന്നില്ലല്ലോ, വളരെ കുറച്ച് പേരല്ലേ അവിടെ പോകുന്നുള്ളൂ. അവിടെ ആ കാട്ടിനകത്ത് ആര് പോകാനാണ്? അങ്ങനെ ഇരുന്ന സമയത്ത് റാന്നിയിലുള്ള പിന്നെ കുറച്ച് ആളുകളെ കൊണ്ടാണ്, അവിടുത്തെ രാജകുടുംബം അല്ല, അതിന് താഴെയുള്ള ദേശക്കാരെന്ന് പറയുന്ന റാണി ദേശക്കാരെ കൊണ്ടാണ് ശബരിമലയിൽ എന്ത് നടത്തിയിരിക്കുന്നത്? വർഷത്തിൽ 5 ദിവസത്തെ പൂജ. മാസമൊന്നുമില്ലായിരുന്നു. ഈ 5 ദിവസത്തെ പൂജ നടത്തുമ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടും. ആ കിട്ടുന്നതിൽ എന്തെങ്കിലും ഒരു ഭാഗം ആർക്ക് കൊടുക്കും? തിരുവിതാംകൂറിന് കൊടുത്താലായി, കൊടുത്തെങ്കിലായി. അവിടെ അൺഇൻകോർപ്പറേറ്റഡ് എന്ന് പറയുന്ന ലിസ്റ്റിലാണ് ഏത് കിടക്കുന്നത്? ശബരിമല ക്ഷേത്രം കിടക്കുന്നത്. പക്ഷേ രാജഗോപാലൻ നായരുടെ കാലത്ത് ആ ഇൻകോർപ്പറേറ്റഡ് എന്നുള്ള കാര്യമെടുത്ത് മാറ്റി മൈനർ മേജർ ക്ഷേത്രം എന്നുള്ള നിലയിലാക്കി. മേജർ ക്ഷേത്രം ശബരിമല പോലെയുള്ളത്, പിന്നെ മൈനർ ക്ഷേത്രങ്ങളാക്കി. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് പന്തളം കൊട്ടാരത്തിനും ഇതിനകത്തൊരു സേ ഉണ്ട് ശബരിമലയിൽ. അരയന്മാർക്കും ഉണ്ട്. കാര്യം മലയരയന്മാരുടെ സംവിധാനങ്ങൾ അവിടെ ഉണ്ടല്ലോ, അപ്പോൾ അവർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് മലയരയന്മാരിലും വിദ്യാഭ്യാസമുള്ള ഒരാളിനെയോ, കാരണം ഇതിനകത്തൊരു വിദ്യാഭ്യാസം വേണമല്ലോ, പന്തളം കൊട്ടാരത്തിൽ നിന്നും എഡ്യൂക്കേറ്റഡ് ഉള്ള ആളിനെയും കൂടി വെച്ചുകൊണ്ടുള്ളൊരു അഡ്വൈസറി ബോർഡൊക്കെ ഉണ്ടാക്കണമെന്നേ. അതെ, ഉപദേശക സമിതി ഇല്ലല്ലേ? അവിടെ ബഡ്ജറ്റ് ഇല്ലെന്നാണ് പറഞ്ഞത്. ഇനി ശബരിമലയിൽ ബഡ്ജറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ദേവസ്വം ബോർഡിന് ബഡ്ജറ്റ് ഉണ്ടോ? അങ്ങനെ ചോദിക്കുമ്പോൾ മറ്റമ്പലങ്ങളിൽ ബഡ്ജറ്റ് ഉണ്ടോ? സിസ്റ്റം ഫെയിലുവറാണ്.
ഇത് ഞാൻ പറഞ്ഞതല്ല, ദേവസ്വം ബോർഡിൻ്റെ ഇപ്പോഴത്തെ ഇരിക്കുന്ന പ്രസിഡന്റ് ചാനലിൽ പറഞ്ഞതാണ് ഞാൻ ഈ പറയുന്നത്. അല്ല, ഞാൻ എൻ്റേതായ കണ്ടുപിടുത്തമൊന്നുമില്ല ശബരിമലയിൽ. അപ്പോൾ വളരെ കൃത്യമാണ് കാര്യങ്ങൾ, വളരെ കൃത്യമാണ്, ഒരു സിസ്റ്റമില്ല. വേറെ ഒരു പ്രശ്നമുണ്ട്. ലോകത്തും ഈ പ്രപഞ്ചത്തിൽ, ഭൂമിയിൽ ഒരു ക്ഷേത്രത്തിൻ്റെ മുന്നിൽ ചെന്ന് തൊഴാതെ ഭരണാധികാരികൾക്ക് നിൽക്കാൻ പറ്റുന്നത് കേരളത്തിലല്ലേ ഉള്ളൂ. ഒന്നുകിൽ ഇപ്പോൾ വാസവൻ, അല്ലെങ്കിൽ പിന്നെ കടകംപള്ളി സുരേന്ദ്രൻ, രാധാകൃഷ്ണൻ, ഇവരെല്ലാം വിശ്വാസികളാണ്. അതാണ് തമാശ. ഇവരാരും അവിശ്വാസികളല്ല. അവരോ അവരെ ഭാര്യമാരോ മക്കളോ ഒക്കെ വിശ്വാസികളാണ്, അവിശ്വാസികളൊന്നുമല്ല അവരാരും. പക്ഷെ അമ്പലത്തിൽ അങ്ങനെ പോകുന്ന ശീലമില്ല. എന്നാൽ അപ്പോൾ അവരെന്ത് ചെയ്യണം? അമ്പലത്തിൽ പോയാൽ അമ്പലത്തിൻ്റെ ഓഫീസിൽ ഇരിക്കണം. എവിടെ പോകരുത്? നടയിൽ പോകരുത്. ഇത് നടയിൽ ചെന്ന് ബാക്കി എല്ലാവരും തൊഴുതുകൊണ്ട് നിൽക്കുമ്പം കൈയും കെട്ടി നിൽക്കുക. എന്തൊരു അശ്ലീകരമാണ്. അപ്പോൾ മൊത്തത്തിലൊരു അശ്ലീകരമാണ് ഈ കാര്യങ്ങൾ. അപ്പോൾ ഒന്ന്, വിശ്വാസികളല്ലാത്തവർ കാര്യങ്ങൾ നടത്തുന്നു. വിശ്വാസികളല്ലാത്തവർ കാര്യങ്ങൾ നടത്തിയിട്ട് അത് അവിടെ ഇരിക്കുന്നത് വിഗ്രഹമാണ് എന്നുള്ള ഒരു എന്താണ് അവിടെ ഇരിക്കുന്നത്? വെറും ഒരു കല്ലാണ്. അല്ല, ഇതോ ഇരിക്കണതാണ് കൃഷ്ണനെന്ന് ചോദിച്ചാണ്. എന്താണ് ഇപ്പോൾ ഒരു മുഖ്യമന്ത്രി ചെന്ന് നിന്നിട്ട് ഗുരുവായൂരപ്പ ക്ഷേത്രത്തിൻ്റെ വെളിയിൽ നിന്നിട്ട് ചോദിക്കുന്നത് ഇതോ ഇരിക്കണതാണല്ലേ കൃഷ്ണനെന്ന്? അദ്ദേഹത്തിന് അറിയാഞ്ഞിട്ടാണോ? അല്ലെങ്കിൽ അല്ലല്ലോ. അപ്പോൾ അതല്ല വിഷയം. അപ്പോൾ ഇതിനെ നമ്മൾ വൈരുദ്ധ്യാത്മക ഭൗതികവാദമൊക്കെ പഠിക്കുന്നവരാണെങ്കിൽ, അത് പ്രചരിപ്പിക്കുന്നവരാണെങ്കിൽ അത് വിശ്വാസികൾ നടത്തട്ടെ. അത് വേറെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ദേവസ്വം ബോർഡ് CPM എടുക്കണമെന്ന് എന്താ നിർബന്ധം? കടപ്പള്ളം രാമേന്ദ്രനോ? അത് വലിയ വകുപ്പൊന്നും അല്ലല്ലോ. ശബരിമല ഒഴിച്ച പിന്നെ ക്ഷേത്രത്തിൽ നിന്ന് വലുതൊന്നും കിട്ടുന്നില്ലല്ലോ. അല്ലെ ഗണേശനോ ആർക്കെങ്കിലും കൊടുക്കാം, പക്ക വിശ്വാസിക്ക് കൊടുക്കാമല്ലോ. പക്ഷെ അത് കൊടുക്കത്തില്ല. അപ്പോൾ ഇത് മൊത്തത്തിൽ ഉടായിപ്പാണ്, മൊത്തത്തിൽ വിശ്വാസി. പിന്നെ ഹിന്ദു സമൂഹം ഈ ഉടായിപ്പിന് എന്ത് ചെയ്ത് കൊടുത്തിട്ടുമുണ്ട്. ഒരു ഭിന്നിച്ച് നിന്ന് ഒരു ഉടായിപ്പിന് സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടുമുണ്ട്. വേറെ ഒരു സമുദായത്തിലും അത് നടക്കത്തില്ല, ഒരു സമൂഹത്തിലും നടക്കത്തില്ല. ഹിന്ദു സമൂഹത്തിൽ മാത്രമാണ് നടക്കുന്നത്. അതൊരു സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ടാണ്. ഈ സ്വാതന്ത്ര്യത്തെ പരസ്പരം സ്പ്ലിറ്റ് ചെയ്ത് പല ഗ്രൂപ്പുകളാക്കി NSS, SNDP, ഇപ്പോൾ NSS SNDP കൂടെ വലിയ മച്ചാ പറയുന്നുണ്ടല്ലോ. 1949 മന്നത്ത് പപ്പനാവനും R ശങ്കറും രണ്ടും ആരാ? കേരളത്തിലെ ജിഹുകളാണ്. ഒന്ന് സമുദായ ആചാര്യൻ, പിതാവ് NSSൻ്റെ, മറ്റേത് R ശങ്കർ എന്ന് പറഞ്ഞാൽ SNDPയുടെ എല്ലാം. അവർ വിചാരിച്ചിട്ട് പോലെ ഇത് അടിച്ചു പിരിയും കുറച്ച് ദിവസം. കാരണം അങ്ങനെ ഒരു ചിന്ത എന്തില്ല, താൽക്കാലികമായി ഇലക്ഷന് വേണ്ടി, വോട്ടിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കുന്നതല്ലാതെ ഹിന്ദുവിൻ്റെ അവബോധനത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഹിന്ദുവിൻ്റെ ഒരു എന്താണ് മൊത്തത്തിലൊരു എന്താ പറയുക, മോക്ഷം എന്ന് തന്നെ പറയാം, ആ വാക്കാണ് നല്ലത്, മോക്ഷത്തിന് വേണ്ടിയോ നന്മയ്ക്ക് വേണ്ടിയോ നിൽക്കുക എന്ന് പറയുന്ന ഒരു കൾച്ചർ നമുക്കില്ല. ആ കൾച്ചർ ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു? ഒരു കാപട്യമാണ്. വെളിയിൽ മതേതരം പറയുക, ഉള്ളുകൊണ്ട് മതവിശ്വാസിയാവുക. വെളിയിൽ നിരീശ്വരവാദം കാണിക്കുക, ഉള്ളിൽ വിശ്വാസിയാവുക. ക്ഷേത്രത്തിലൊക്കെ പോയി അഭ്യാസങ്ങളൊക്കെ കാണിക്കുക. ഇങ്ങനത്തെ കുറേ അഭ്യാസങ്ങൾ ശബരിമലയിൽ വളരെ വലിയ തോതിലാണ്. ഇത് ചർച്ച ചെയ്യണം കേരള സമൂഹം. ഇവിടുത്തെ ഹിന്ദു ഐക്യവേദി ആയാലും, വിശ്വഹിന്ദു പരിഷത്തായാലും, RV ബാബു ആയാലും, KP ശശികല ടീച്ചർ ആരായാലും ഇതൊക്കെ ചർച്ച ചെയ്യണം. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ? അപ്പം ഇത് ചർച്ച ചെയ്ത് അപ്പോൾ ശബരിമലയെ സംബന്ധിച്ച് നമ്മൾ വീണ്ടും പറഞ്ഞു വന്നതാണ്, ബഡ്ജറ്റില്ല, മറ്റ് ക്ഷേത്രങ്ങൾ ബഡ്ജറ്റില്ല. അപ്പോൾ ഇതൊക്കെ ഓഡിറ്റ് ചെയ്യണ്ടേ? ക്ഷേത്രത്തിൽ വരുന്ന സ്വത്തുകൾ ആർക്കുള്ളതാണെന്നുള്ള ഇനി വിശ്വാസികളെ അങ്ങോട്ട് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ എല്ലാം ക്ലിയർ ആയിരിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. വിശ്വാസികളെല്ലാം ക്ലിയർ ആയിരുന്നെങ്കിൽ ഏറ്റവും വലിയ വിശ്വാസിയല്ലേ തന്ത്രി. എങ്ങനെ ഇതിനകത്തൊക്കെ ചെന്ന് പെട്ടു? തന്ത്രി ഇപ്പം ഒരു തെറ്റും ചെയ്തിട്ടില്ല, തന്ത്രിയെ ട്രാപ്പ് ചെയ്താന്ന് വിചാരിക്കുക. പക്ഷെ അദ്ദേഹത്തിൻ്റെ ബേസിക്കായി ധാർമ്മികമായി ഉണ്ടായിരുന്ന ചുമതലകൾ നിർവഹിച്ചോ? നിയമപരമായിട്ടില്ല. ഓക്കെ, ധാർമ്മികമായി നിൽക്കേണ്ടുന്ന ഒരു ചുമതല. ഞാനൊരു നമ്മളെ കുലദേവത സമ്പ്രദായം അനുസരിച്ച് വീട്ടിൽ ദേവതയുണ്ട്, ഗ്രഹത്തിൽ ദേവതയുണ്ട്, വയ്ക്കാം. പിന്നെ ഗ്രാമദേവതയുണ്ട്, വലിയ ക്ഷേത്രം, അങ്ങനെയാണല്ലോ ഇതിൻ്റെ സങ്കല്പം. കുലദേവതയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എൻ്റെ വീട്ടിൽ ഞാനൊരു ക്ഷേത്രം വെച്ചിരിക്കുന്നു. ആ ക്ഷേത്രത്തിന് ഞാനൊരു തന്ത്രിയെ, ഒരു പോറ്റിയെ വെച്ചു. തന്ത്രി വല്ലപ്പോഴും വരും, പോറ്റി സ്ഥിരം വരും. അവിടെ അമ്പലം തുറക്കുകയാണ്, നാട്ടുകാർക്ക് വേണമെങ്കിൽ വന്ന് തൊഴാം. പക്ഷേ അമ്പലത്തിൻ്റെ പൈസയും കാര്യങ്ങളെല്ലാം ഞാനാണ് എടുക്കുന്നത്, വെച്ചോളൂ. എൻ്റെ കാമ്പൗണ്ടിലാണ് ക്ഷേത്രം ഇരിക്കുന്നത്, വെച്ചോളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ ക്ഷേത്രം ഒരു ദിവസം എനിക്ക് തോന്നി, ഞാൻ ഭാര്യയായിട്ട് വഴക്കുണ്ടാക്കിയിട്ട് ആ ക്ഷേത്രം ഞാൻ അടിച്ചു പൊളിക്കാൻ ശ്രമിച്ചു. പക്ഷേ പോറ്റി അവിടെ ഉണ്ടെങ്കിൽ പോറ്റിക്ക് മിനിമം ഒരു നിലവിളിയെങ്കിലും പോറ്റി നടത്തണ്ടേ? പോറ്റിക്ക് എന്നോടല്ല, പോറ്റി അവിടെ നിയമവും ധാർമ്മികതയൊന്നും അല്ല നോക്കേണ്ടത്. പോറ്റിക്ക് ദേവനോട് ഒരു കടപ്പാടില്ലേ? ഉണ്ടല്ലോ. ആ കടപ്പാട് നിർവഹിച്ചോ നമ്മുടെ തന്ത്രി? ഇതാണ് ചോദ്യം. അത് ബന്ധപ്പെട്ട ആളുകളോട് ആരോടെങ്കിലും ഇവിടെ ഒരു കള്ളത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നു, എന്നോടൊന്നും ചോദിക്കാതെ എന്നെ ഇങ്ങനെ മൂലക്കിരുത്തിയിട്ട് എന്നോടൊന്നും പറയാതെ ഇത് ചെയ്യുന്നു എന്ന് ആരോടെങ്കിലും തന്ത്രി പറയണ്ടേ? രഹസ്യമായിട്ടല്ലെങ്കിലും പരസ്യമായിട്ടെങ്കിലും. അപ്പോൾ ആ ധാർമ്മികത ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോഴാണ് ഈ സർക്കാർ കുടത്തിൽ കൈയിടാൻ അദ്ദേഹത്തിനും താല്പര്യം ഉണ്ടായിരുന്നോ എന്ന് പൊതുസമൂഹം ചോദിക്കുന്നത്. ഇതിനാണ് രാഹുൽ ഈശ്വരക്ക് ഉത്തരം പറയേണ്ടത്. അല്ലാതെ അദ്ദേഹം നിയമപരമായിട്ട് അദ്ദേഹം ദേവസ്വത്തിൻ്റെ സ്വത്തെല്ലാം അവരുടേതല്ലേ? ആണ്. ഇപ്പോൾ ഈ ചാനലും ഈ ഡിജിറ്റൽ സംവിധാനവും എല്ലാം
തത്വമയി എന്ന് പറഞ്ഞാൽ വേറൊരു ഓണറിൻ്റെതല്ലേ, നിങ്ങൾ ഇവിടുത്തെ ഒരു വേറെ സ്റ്റാഫ് മാത്രമല്ലേ എന്ന് വിചാരിക്കുക. ഇവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി, ഒരു അനധികൃതമായ ഒരു പ്രശ്നം ഉണ്ടായാൽ നിങ്ങൾ ആ സെക്കൻഡിൽ പോയി ബന്ധപ്പെട്ടവർ അറിയിക്കത്തില്ലേ? തീർച്ചയായിട്ടും അറിയിക്കത്തില്ല. അതല്ലേ എൻ്റെ ഒരു ധാർമ്മികത. പ്രത്യേകിച്ച് ദേവൻ്റെ കാര്യമാകുമ്പോഴോ വളരെ കൃത്യമായിട്ട് അറിയിക്കണം. പക്ഷെ അങ്ങനെ ഒരു കൾച്ചറും ഇല്ല. ഇപ്പോൾ ഹിന്ദു സമൂഹത്തിനും അങ്ങനെ ഒരു കൾച്ചറില്ല. നമ്മുടെ സിസ്റ്റവും അങ്ങനെ തന്നെയാണ്. കമ്മ്യൂണിസ്റ്റുകാരാണ് ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അവരാണെങ്കിൽ വൈരുദ്ധ്യാത്മക ഭൗതികവാദം പറയുന്നതിന് പകരം ഇപ്പോൾ ഇതിന് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കയറി നോക്കൂ, ഏറ്റവും കൂടുതൽ ഇതിനെ ഡിഫെൻഡ് ചെയ്ത് അയ്യപ്പനെ തെറി പറയും. ഒരു വശത്ത് അയ്യപ്പനെ തെറി പറയും രാവിലെ, മറുവശത്ത് ചോദിക്കും തന്ത്രിയെ തെറി പറയും, പിന്നെ പൂജാരിയെ തെറി പറയും, പോറ്റിയെ തെറി പറയും. എന്തിനാണ് അവരങ്ങനെ തെറി പറയുന്നത്? അവർ സോഷ്യൽ മീഡിയയിൽ നോക്കുമ്പോൾ അവർ വൈരുദ്ധ്യാത്മക ഭൗതികവാദക്കാരാണ്. ഞങ്ങൾ ഇതിലൊന്നും പിന്നെ നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ സി കേശവൻ പറഞ്ഞ പോലെ, അല്ലെ നെഹ്റു പറഞ്ഞ പോലെ, ഒരു ക്ഷേത്രം പൊളിഞ്ഞാൽ അത്രയും അന്ധവിശ്വാസം കുറഞ്ഞു, ക്ഷേത്രം പൊളിച്ചു കളയുക എന്നാണ് പറയേണ്ടത്. അല്ലെ അങ്ങോട്ട് ആരും പോകരുത് എന്നാണ് പറയേണ്ടത്. ഇത് അവിടുത്തെ സ്വത്ത് എങ്ങനെ അടിച്ചു മാറ്റാം, അവിടുത്തെ അതിനെ എങ്ങനെ രാഷ്ട്രീയമായി പ്രയോജനപ്പെടുത്താം, അത് വെച്ചുകൊണ്ട് സമൂഹത്തിൽ എങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കാം, മതങ്ങളുടെ ഇടയിൽ ഇപ്പോൾ അയ്യപ്പ സംഗമം, ഈ കുത്തിത്തിരിപ്പ് ഇപ്പോൾ NSSുമായി ഈ കുത്തിത്തിരിപ്പുകളൊക്കെ ഉണ്ടാക്കിയതിൻ്റെ തുടക്കം എവിടെ നിന്നാണ്? അയ്യപ്പ സംഗമമാണ്. അയ്യപ്പ സംഗമം നടത്തിയിട്ടാണ് അയ്യപ്പനെ PR വർക്ക് ചെയ്യുന്നത്. അവിടുത്തെ പ്രശ്നം എന്താണ്? ശബരിമലയിലെ അവിടെ ആളുകളുടെ തിരക്ക് കാരണം ആളുകളെ നിയന്ത്രിക്കാൻ പറ്റാത്തടത്താണ് വീണ്ടും ഒരു അയ്യപ്പ സംഗമം നടത്തി ആരെ കൊണ്ടുവരാൻ പോകുന്നത്? വീണ്ടും അവിടെ ആളെ കൊണ്ടുവരാം. അതിൻ്റെ ക്യാരിങ് കപ്പാസിറ്റി കഴിഞ്ഞ് നിൽക്കുകയാണ് ആ കാർഡിൻ്റെ. അപ്പോഴാണ് വീണ്ടും ആളെ കൊണ്ടുവരാനായിട്ട് വേണ്ട ബഹളം കാണിച്ചു, അയ്യപ്പ സംഗമം നടത്തി, അതിൻ്റെ കോടികൾ പിരിച്ചു, അതിന് കണക്കില്ല, അതും കോടതി കിടന്ന് അവരെ കൊട്ടുകൊടുത്തു, അതിനും കണക്കില്ല. ഇപ്പം ഞാൻ പിന്നെ KJ Amar IAS വന്നിട്ടുള്ള നമുക്ക് വളരെ വേണ്ടപ്പെട്ട സാറ്, ഞാൻ സാറിൻ്റെ കൂടെയൊക്കെ ജോലി ചെയ്തിട്ടുള്ളതാണ്. സാറ് വന്നതിന് ശേഷം അവിടെ ആടിയ ശിഷ്ട എണ്ണ ഉണ്ടല്ലോ, നെയ്യുണ്ടല്ലോ, അതിൽ കള്ളങ്കടം നടത്തിയിരിക്കുന്നു, ആളുകളെ സസ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ എവിടെയാണ് നമ്മുടെ സിസ്റ്റം? ഇപ്പോൾ സാറ് ചെന്നിട്ട് ഒരു മാസമേ ആയുള്ളൂ, അതുകൊണ്ടിലേക്ക് പൂജ വന്നു, ശബരിമല മകരവിളക്ക് വന്നുകൊണ്ട്. പക്ഷേ ഇനിയിപ്പോൾ സാറിന് നമ്മൾ നോക്കുകയാണ്, സിസ്റ്റം ആകുമോ? ഒരു വർഷം ഉള്ളു പുള്ളിക്ക്, ഒരു വർഷം കൂടെ ഉണ്ട്. സിസ്റ്റം ആകുമോ? അടുത്ത സീസൺ മുമ്പ് ഇതൊക്കെ സിസ്റ്റം ആകുമോ എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ വളരെ പ്രധാനമാണ്. ക്ഷേത്രത്തിൽ വരുന്ന സ്വത്ത് ചോദിക്കാനും ആളില്ല. ഭരണകൂടം കൂടെ നിന്നാൽ, അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് കൂടെ നിന്നാൽ, അല്ലെങ്കിൽ തന്ത്രിയുടെ മൗനാനുവാദമുണ്ടെങ്കിൽ, ധാർമ്മികമായൊരു കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ നമുക്കിത് അടിച്ചുകൊണ്ട് പോകാം എന്ന് വിചാരിക്കുന്ന ഒരു കൾച്ചർ വന്നിട്ടുണ്ട്. മിനിമം ഇവർക്ക് തലമുറകൾക്കെങ്കിലും ഇതിൻ്റെ പാപം കിട്ടത്തില്ലേ? ഇവർക്ക് കിട്ടിയില്ലെങ്കിൽ എന്താണ് ഹിന്ദു വിശ്വാസം അനുസരിച്ച് ഈ കർമ്മത്തിൽ, ഈ ജന്മത്തിൽ ചെയ്യുന്ന കർമ്മത്തിൻ്റെ പാപം എത്ര ജന്മം കൊണ്ടുപോയാൽ തീരുമെന്നാണ് ഹിന്ദു വിശ്വാസം. അതറിയാഞ്ഞിട്ട ആളാണോ തന്ത്രി? അതറിയാഞ്ഞിട്ടുള്ള ആളാണോ അവിടെ ഇരിക്കുന്ന പോറ്റി? അതറിഞ്ഞിട്ടുള്ള ആളുകളാണോ ഈ മുരാരി ബാബു അടക്കമുള്ള ആളുകൾ? ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ വിട്ടേക്കുക. കടകംപള്ളി സുരേന്ദ്രൻ അങ്ങനെ ഒരു ക്ലാസ്സില്ല, വർഗാധിഷ്ഠിത ഭൗതികവാദത്തിൻ്റെ ക്ലാസ്സേ ഉള്ളൂ. അതാണെങ്കിലും അങ്ങനെ ഒരു ക്ലാസ് കിട്ടിയെങ്കിലും ഇത് ചെയ്യത്തില്ല, കാരണം അന്യൻ്റെ സ്വത്ത് അടിച്ച് മാറ്റത്തില്ലല്ലോ, അതും കിട്ടിയിട്ടില്ല. അപ്പോൾ പിന്നെ എന്താണ് ഇവിടെ കിട്ടിയത്? ഒരു വിദ്യാഭ്യാസവും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത് എവിടെ കൊണ്ട് വയ്ക്കും ഈ തലമുറകൾ? അപ്പോൾ ഇത് ഒരു വളരെ ഗുരുതരമായിട്ടുള്ള സാമൂഹ്യ വിഷയമാണ്, സാംസ്കാരിക വിഷയമാണ്, രാഷ്ട്രീയ വിഷയമാണ്, സാമ്പത്തിക വിഷയമാണ്, ഒരുപാട് ആത്മീയ വിഷയമാണ്, ഒരുപാട് തലങ്ങളുള്ള ഒരു വിഷയമാണ് ശബരിമല. അങ്ങനെ തന്നെ നമ്മൾ കണ്ടില്ല എങ്കിൽ ഇത് കേവലം ഒരു കള്ളൻ വീട്ടിൽ കയറി പകലടിച്ചുകൊണ്ട് പോയതുപോലെ ഇത് കൊള്ളയല്ലേ നടന്നത്. രാത്രി ഒരു സ്ഥലത്ത് പോയി മോഷണം, സ്റ്റീഫൻ പോയി, ഏറ്റുമാനൂർ സ്റ്റീഫൻ അവിടുത്തെ വിഗ്രഹം അടിച്ചുകൊണ്ട് പോയി, നമുക്ക് മനസ്സിലാവും അദ്ദേഹത്തിന് ജീവിക്കാൻ നിവർത്തില്ലാത്തതിന് വിഗ്രഹം എടുത്തുകൊണ്ട് പോയി. ഓക്കെ, ഇതല്ല. ഇത് പട്ടാപ്പകൽ ക്യാമറയുള്ള സ്ഥലത്ത് ഇത്രയും സന്നാഹങ്ങൾ ഒരുക്കി 25 വർഷം, 1996 മറ്റോ തുടങ്ങിയെന്ന് പറയുന്നത്, 97 ഇത്രയും വർഷം നാണമില്ലേ നമ്മൾ വന്നിരുന്ന് പോറ്റിയെ കയറ്റിയത് ആരുടെ വർഷം? ഈ ചാനലിൽ വന്നിരുന്ന് ചർച്ച ചെയ്യണം. ആരുടെ വർഷം കയറ്റിയെങ്കിലും എപ്പോൾ കയറ്റിയെങ്കിലും അതല്ല ഇവിടെ വിഷയം. പോറ്റി തെമ്മാടിത്തരം കാണിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. അത് ചർച്ച ചെയ്യുന്ന പറയാം, പോറ്റിയെ കയറ്റിയത് അവരല്ലേ, പോറ്റി ഇന്ന ആളിന് കൈ കെട്ടിക്കൊടുത്തില്ലേ, പോറ്റി സോണിയെ കണ്ടില്ലേ, പോറ്റി ഇന്ന ആളിനെ കണ്ടില്ലേ, അതുകൊണ്ട് ഞങ്ങളിൽ ഇല്ല. അങ്ങനെയാണോ ഈ വിഷയത്തെ ചർച്ച ചെയ്യേണ്ടത്? അവിടെ കാണിച്ചിരിക്കുന്ന ശുദ്ധമായ തെമ്മാടിത്തരമാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഒരു ക്ഷേത്രത്തിൽ കാണിച്ചുകൂടാത്ത എല്ലാ കുഴപ്പങ്ങളും അവിടെ കാണിച്ചിട്ടുണ്ട്. അത് പണത്തിൻ്റെ പുറത്ത് കാണിച്ചിരിക്കുന്നതാണ്. അത് ശർക്കരയാകട്ടെ, ഇനി കഴിഞ്ഞ 3 മാസം മുമ്പാണ് തേങ്ങയുടെ വിഷയം വന്നത്. അവിടെ ഇതുപോലെ തേങ്ങയുടെ വിഷയം വന്നു, റൂം ബുക്കിങ്ങിൻ്റെ വിഷയം വന്നു. അവിടെ അടിമുടി പ്രശ്നമാണ്. അതുകൊണ്ട് എന്നോട് ചോദിച്ചാൽ സകല പേരെ അവിടെ നിന്ന് ഇറക്കി വിടണം, സകല സ്റ്റാഫിനെ അവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്യണം, ഒരാളെ പോലും അവിടെ വെച്ചേക്കരുത്, സകല പേരെയും ട്രാൻസ്ഫർ ചെയ്യണം. ഇനി വേറെ ഒരു ബാങ്കിനെ, ഞാൻ ബാങ്കിൻ്റെ പേര് പറയുന്നില്ല ചാനലിലൂടെ, ഒരു ബാങ്കിന് ഇതിനകത്ത് പണിയുണ്ടെന്നാണ് കേൾക്കുന്നത്. ആ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട്, ഒരുപാട് പേർക്ക് ഡബിൾ അക്കൗണ്ട് ഉണ്ട്, ദേവസ്വം ബോർഡിൻ്റെ അക്കൗണ്ടും ഉണ്ട്, വ്യക്തികൾക്ക് അക്കൗണ്ട് ഉണ്ട്. ആ ബാങ്കിൽ ഒരുപാട് പേർക്ക് ജോലി കൊടുത്തിരിക്കുന്നതെന്ന് പറയണേ ഇതിൻ്റെ ബന്ധുമിത്രാദികൾക്ക്. ഇതൊക്കെ വളരെ ഗുരുതരമായ ആരോപണമാണ്. ഇതെല്ലാം അന്വേഷിക്കണമെങ്കിൽ ആര് വരണം? കേന്ദ്ര കൃത്യമായി CBI വരണം. ഇത് സമഗ്രമായി അന്വേഷിക്കണമെന്നാണ്. അല്ലാതെ ഇതൊരു ചിലപ്പോൾ 1 വർഷം എടുക്കും, അല്ലെങ്കിൽ 2 വർഷം എടുക്കും, എടുത്തോട്ടെ. വളരെ സമഗ്രമായി
വളരെ കൃത്യമായി ഈ ക്ഷേത്രത്തിലെയും മറ്റു ക്ഷേത്രത്തിലെയും ഒരു സ്പിരിച്വൽ ഓഡിറ്റ് ചെയ്യണം. സോഷ്യൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കാര്യമാകുമ്പോൾ അത് സ്പിരിച്വൽ ഓഡിറ്റ് ചെയ്താൽ മതി. ആ സ്പിരിച്വൽ ഓഡിറ്റ് ചെയ്ത് കള്ളന്മാരെ പുറത്താക്കണം. നമ്പർ 1. നമ്പർ 2, തന്ത്രിമാർക്ക് മിനിമം ഒരു യോഗ്യതയൊക്കെ വയ്ക്കേണ്ടതുണ്ട്. തന്ത്രി കുടുംബത്തിൽ ജനിച്ചു എന്ന് വിചാരിച്ച് ആവില്ല. ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് ബ്രാഹ്മണനാവില്ലല്ലോ ചാതുർവർണ്ണം അനുസരിച്ച്. ചാതുർവർണ്ണയത്തിൻ്റെ ഏറ്റവും വലിയ അപ്പോസ്തലന്മാർ ബ്രാഹ്മണന്മാരാണല്ലോ ഇപ്പോഴും. ഞങ്ങൾ ചാതുർവർണ്ണത്തിൽ വിശ്വസിക്കുന്നു എന്നാണല്ലോ പറയുന്നത്. ചാതുർവർണ്ണത്തിൽ പറയുന്നില്ല. എന്താണെന്ന് പറയുന്നില്ല. ജനിച്ചാൽ വേറെ ഉണ്ട്. കുറച്ചുകൂടി ഞാൻ ആധികാരികമായിട്ട് പറയാണ്. ജനിച്ചാലാവൂല എന്ന് മാത്രമല്ല, ഒരിക്കൽ ബ്രാഹ്മണനായാൽ ആ ബ്രാഹ്മണനായ ക്വാളിഫിക്കേഷൻ അങ്ങോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ, ഒരു ക്വാളിഫിക്കേഷനാണ്, കൊണ്ടുപോയില്ലെങ്കിൽ എന്തായി മാറും? താഴെ പോവും. അതാണ് തമാശ. എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണൻ്റെ ഉപനയനവും കഴിഞ്ഞ് ഇതെല്ലാം ചെയ്തിട്ട് ഹോട്ടൽ തുടങ്ങിയ അയാൾ എന്തായി? വൈശ്യനായി, ബ്രാഹ്മണനല്ല. ഇനി ഇതെല്ലാം പഠിച്ചിട്ട് ആയോധന കലയ്ക്ക് പോയാൽ, കളരി സ്കൂൾ നടത്തിയാൽ ക്ഷത്രിയനായി. ഇതൊന്നും ചെയ്തില്ലെങ്കിൽ ശൂദ്രനായി. ഇതല്ലേ പിന്നെ ചാതുർവർണ്ണ്യം? അല്ല, ചാതുർവർണ്ണയത്തിൽ എവിടെയാണ് ആളുകളെ മാറ്റി നിർത്തിയത്? ചണ്ടാളന്മാരെ മാറ്റി നിർത്തി. ചണ്ടാളന്മാരാരാ? നമ്മുടെ ഗോവിന്ദസ്വാമി അംഗീകരിക്കണോ? വേണ്ടല്ലോ. ഇപ്പോഴും ഉണ്ടല്ലോ ചണ്ടാളന്മാർ, ഇപ്പോഴും ഉണ്ട്. പിന്നെ ഹൈറാർക്കി ഇപ്പോഴും ഉണ്ടല്ലോ. IAS കാരും IPS കാരും എല്ലാ ഹൈറാർക്കി ഇപ്പോഴും ഉണ്ടല്ലോ. ഹൈറാർക്കി ഇല്ലാതെ സമൂഹം ഇല്ലല്ലോ. അന്നത്തെ ഹൈറാർക്കി എന്ന് പറഞ്ഞാൽ ഒരിക്കലും എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നില്ല? ജാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നില്ല. അത് വർണ്ണമെന്ന് പറഞ്ഞാൽ കളറല്ല, നിറമല്ല, അത് വർഗമായിട്ട് തൊഴിലാളി വർഗം മുതലാളി വർഗം എന്നൊക്കെ പറയുമ്പോൾ വർഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ജോലി ചെയ്യുന്നു എന്നുള്ള അടിസ്ഥാനത്തിലാണ്. അതിലേറ്റവും കൂടുതൽ പീഡനമുണ്ടായിരുന്ന ആർക്കായിരുന്നു? ബ്രാഹ്മണന്മാർക്കായിരുന്നു. ഇത് പഠിക്കണം ഇവിടുത്തെ ആളുകൾ. ബ്രാഹ്മണന്മാർക്കായിരുന്നു പീഡനം. എന്താ പീഡനം? നിരന്തരം പഠിക്കണം, സ്വന്തമായി സ്വത്തുണ്ടാക്കാൻ പാടില്ല, സ്വന്തമായി പിന്നെ കൂടുതൽ സമയം അവധൂത് ചെയ്യണം, ജ്ഞാനം നേടണം, ഒരുപാട് പണി, വർഷങ്ങളോളം വേദം പഠിക്കണം, ഉപനയനം നടത്തണം. കൂടുതൽ ശിക്ഷ ആർക്കായിരുന്നു? ജ്ഞാനമാർഗത്തിലുള്ളത് ബ്രാഹ്മണനായിരുന്നു. അത് ചെയ്യുന്നവർക്ക് സമൂഹം കൊടുക്കുന്ന വലിയ സ്ഥാനമാണ് എന്തോന്ന്? ബ്രാഹ്മണത്വം. ബ്രഹ്മാവിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞ ബ്രാഹ്മണത്വം എന്ന് പറയുന്നത് ഒരു ഡിഗ്രിയാണ്, PhD ആണ്. പക്ഷേ അത് PhD എടുത്തിട്ട് വെറുതെ ഇരുന്നാൽ എന്തായി മാറും? താഴെ പോകുന്നതാണ്. അങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം. ആ സിസ്റ്റം എന്ത് നല്ല മനോഹരമായ സിസ്റ്റമാണ്. അതിനെ നശിപ്പിച്ച് നാരായക്കോട്ടയാക്കി. ഈ പശു എങ്ങനെ എത്ര പവിത്രമായത്? ഞാനിതൊക്കെ വായിക്കുന്നതുകൊണ്ട് കിട്ടുന്ന വിവരങ്ങളാണ്. വേദവും പറ്റൊക്കെ പഠിക്കാൻ. പശു പവിത്രമായെന്ന് പറഞ്ഞാൽ അന്ന് പശുക്കളെയാണ് കൂടുതൽ ആർക്ക് കൊടുക്കുന്നത്? ബ്രാഹ്മണന് ദാനം കൊടുക്കുന്നതും യാജ്ഞവൽക്കനും ഗാർഗിയൊക്കെ സംസാരിച്ച് സംവാദത്തിൽ ജയിക്കുമ്പോൾ 1000 പശു 2000 പശുവിനാണ് കൊടുക്കുന്നത്. അങ്ങനെയാണ് പശുവൊക്കെ ഇത്രയും പുണ്യമായും ആളുകൾ വീട്ടിൽ പാലൊക്കെ കൊടുക്കുന്നത് ആർക്കാണ്? ഈ പിന്നെ ബ്രാഹ്മണന് കൊടുക്കും. ബ്രാഹ്മണന് സ്വന്തമായി സ്വത്ത് പോലും ഇല്ലായിരുന്നു. അത്ര പവിത്രമായ ഒരു ഇന്ത്യൻ സനാതന ധർമ്മ കാഴ്ചപ്പാടിനെയാണ് ഈ കാണുന്ന ശുദ്ധമായ തോന്നിവാസം കാണിച്ച് പരിശുദ്ധമായ നെയ്യെ നല്ലെണ്ണ ചേർത്ത് ചീത്തയാക്കിയതുപോലെ, അല്ലെങ്കിൽ മറ്റ് സാധനങ്ങൾ എള്ളെണ്ണ ചേർത്ത് ലേബൽ മാറ്റി വിൽക്കുന്നത് പോലെ ഇതിന് എല്ലാം ചക്ക കുഴയ്ക്കും പോലെ കീഴ്മേൽ മറിച്ച് വച്ചതിന് ശേഷം സനാതനധർമ്മം അതാണ്, പിന്നെ അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഞങ്ങൾ ബ്രാഹ്മണരാണ്, നിങ്ങൾ ക്ഷത്രിയരാണ്, നിങ്ങൾ ശൂദ്രർ, അങ്ങനെയൊന്നും ഒരു കഥയെ ഒരിടത്തും പറയുന്നില്ല. മനുഷ്യനെ നന്മയുടെ അടിസ്ഥാനത്തിൽ, ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ കൃത്യമായി ഓരോരുത്തർക്കും പദവികൾ കൊടുത്ത് കൃത്യം കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള വളരെ മനോഹരമായൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തിരുന്നു. ആ സിസ്റ്റത്തെ മുഴുവൻ അട്ടിമറിച്ചുവെന്ന് മാത്രമല്ല, ഇപ്പോൾ ഈ സിസ്റ്റത്തിലുള്ള ഒരു കാര്യവും പഠിക്കാതെ കണ്ടാടപ്പ 16 എന്ന് പറഞ്ഞ് കാമ, ക്രോധ, ലോഭ, മോഹം, പണം, അധികാരം, സമ്പത്ത്, മദ്യം, മദിരാശി എന്ത് കിട്ടുമോ അതിലൊക്കെ കൊണ്ട് തലവെച്ച് എന്ത് ചെയ്യാണ്? കൊള്ളയടിച്ച് ജീവിക്കുകയാണ്. ഇത് കൊള്ള സംഘമാണ്. ഇതിനെ കൃത്യമായി എന്ത് ചെയ്യണം? വളരെ കൃത്യമായി ശുദ്ധീകരിക്കണം. അതിൽ താന്ത്രിക സഭ ഇടപെടണം, തന്ത്ര സമാജം ഇടപെടണം, ഹിന്ദു സമാജം ഇടപെടണം. അല്ല കേരള ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും CBI കൊണ്ട് മാത്രം തീരുവില്ല ഈ ശുദ്ധീകരണ പ്രക്രിയ. മുഴുവൻ ആളുകളുടെയും വലിയ ഒരു സാംസ്കാരികമായ ഒരു കൾച്ചറലായിട്ടുള്ള ഒരു സ്പിരിച്വലായിട്ടുള്ള റെവല്യൂഷനാണ് ഇതിനകത്ത് നടക്കേണ്ടത്. അത് ഒരു ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുന്നതല്ല, ഒരു നാൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതല്ല. പക്ഷെ അത് തുടങ്ങണ്ടേ? ഈ ശുദ്ധീകരണ പ്രക്രിയ പെയിൻ്റ് അടിക്കാൻ വീട്ടിൽ ഒരു വലിയ വീടാണ്, അതുകൊണ്ട് പെയിൻ്റ് അടിക്കാൻ ഒരുപാട് ദിവസം എടുക്കും. എന്നാലും ഒരു ദിവസം തുടങ്ങിയാലേ തീരുള്ളൂ പെയിൻ്റ് അടി എന്ന് പറഞ്ഞാൽ തുടങ്ങണം ഈ പണി. ഈ തുടങ്ങലാണ്. അല്ല ഇപ്പോൾ തിരുനാവായിൽ എന്ത് നടക്കുന്നു? വലിയ മേള നടക്കുന്നു, എല്ലാവരും വരും, തൊഴും, അതിൻ്റെ കുറേ പിരിക്കും, കുറച്ച് പേര്. അതല്ല വേണ്ടത്. അത് നടക്കട്ടെ, അത് മന്ത്രവും പൂജയും എല്ലാം നടന്നോട്ടെ. പക്ഷേ ഈ ഒരു ശുദ്ധീകരണ പ്രക്രിയ, ഒരു സ്പിരിച്വൽ അവേക്കനിങ് ഇന്ത്യയിലും കേരളത്തിലും കൊണ്ടുവരുമോ? ഇതാണ് ഇന്ന് ഹൈന്ദവ സമൂഹം നേരിടുന്ന വെല്ലുവിളിയും. അതിലേക്ക് നമുക്ക് ആളുകളെ കൊണ്ടുവരാൻ തീർച്ചയായിട്ടും ക്ഷേത്രത്തിന് കൃത്യമായ നിർവചനമുണ്ടല്ലോ, ദൈവത്തിന് കൃത്യമായ നിർവചനമുണ്ട്. ഇതെല്ലാം തന്നിട്ടല്ലേ ഈ ആചാര്യന്മാർ പോയത്? അവരെന്താ തെറ്റാ ചെയ്തത്? ഋഷീശ്വരന്മാർ എന്ത് തെറ്റാ ചെയ്തത്? ഒരു തെറ്റും ചെയ്തില്ല. അവർ വളരെ കൃത്യം കാര്യങ്ങളെ
പഠിപ്പിച്ച് വെച്ച് നല്ല നന്മയുള്ള സമൂഹം ഉണ്ടാക്കാനാണ് ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് പോയത്. പക്ഷെ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു? നശിപ്പിച്ച് നമ്മളുടെ കേവല ആവശ്യങ്ങൾക്ക് വേണ്ടി ഭൗതികമായ കാര്യസാധ്യത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ട് നമ്മൾ സിദ്ധാന്തത്തെ എന്ത് പറയും? കുറ്റം പറയും. ഞാൻ ഒരു കാര്യം പറയും, ലാസ്റ്റ് പോയിന്റ് അവസാനിപ്പിക്കാം. 50 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ 100 വർഷം കഴിയുമ്പോൾ കേരളത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് കുട്ടികൾ എഴുതുമെന്ന് വിചാരിക്കുക. അന്നത്തെ കുട്ടികൾ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രമാണ് അന്ന് എഴുതിയിട്ട് ഇതാണ് കമ്മ്യൂണിസം എന്ന് എഴുതിയാൽ എങ്ങനെ ഇരിക്കും? ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ, വേറെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറ്റം പറഞ്ഞല്ല കേട്ടോ. എങ്ങനെ ഇരിക്കും? അല്ലെങ്കിൽ ഇന്നത്തെ കോൺഗ്രസിന് എടുത്തിട്ട് ഇതാണ് കോൺഗ്രസ് ഗ്രൂപ്പും ബഹളമൊക്കെ ഉള്ള കോൺഗ്രസിന് എടുത്തിട്ട് ഇതാണ്, അല്ലെങ്കിൽ ഇന്നത്തെ BJP എടുത്തിട്ട് എഴുതി അങ്ങനെ ഇരിക്കും? അതല്ലല്ലോ, ഒറിജിനൽ സാധനം വേറെ ഉണ്ട്. അതിൽ ഒരുപാട് എന്ത് ചേർത്ത് കളഞ്ഞു? നമ്മൾ വല്ലാതെ മായം ചേർത്ത് കളഞ്ഞു. അത് സ്പിരിച്വാലിറ്റിയിൽ മായം ചേർത്താൽ അതിൻ്റെ പാപങ്ങൾ തലമുറകൾ അനുഭവിക്കും. കർമ്മബന്ധിതമാണ് ഇന്ത്യൻ സനാതനധർമ്മം. കർമ്മശുദ്ധി ഇല്ലെങ്കിൽ ഞാനായാലും നിങ്ങളായാലും അനുഭവിച്ചിരിക്കും ജന്മാന്തരങ്ങളോളം. ഇതാണ് ഇതിൻ്റെ ബേസ്. എന്തായാലും നമ്മൾ EDയുടെ വരവ്, ശബരിമല കേസിൽ EDയുടെ വരവാണ് നമ്മൾ ചർച്ച ചെയ്തത്. അതിൻ്റെ സ്വാധീനത്തെക്കുറിച്ച് നമ്മൾ വിലയിരുത്തി. അതോടൊപ്പം തന്നെ സംവിധാനത്തിലെ പിഴവുകൾ, അത് ശുദ്ധീകരിക്കേണ്ട ആവശ്യകത, ഇതെല്ലാം പറഞ്ഞു തന്നതിന് വളരെയധികം നന്ദി സുഭാഷ് സാർ. താങ്ക് യു.